ഹലോ സ്റ്റുഡൻസ്, നമസ്കാരം. നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ CA ഫൗണ്ടേഷൻ സ്റ്റുഡൻസിന് വേണ്ടിയുള്ളതാണ്. ടോപ്പിക് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിന്റെ അകത്തുള്ള ഡെത്ത് ഓഫ് ദ പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അകത്ത് സ്റ്റഡി മെറ്റീരിയലിൽ ഒരു 5 ഇല്ലിസ്ട്രേഷൻസ് ICA സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 5 ഇല്ലിസ്ട്രേഷൻസ് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് മനസ്സിലാക്കാനുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളല്ല, പ്രോബ്ലം സോൾവിംഗ് വീഡിയോ മാത്രമാണ്. സോ ടോപ്പിക് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിൽ ഡെത്ത് ഓഫ് ദ പാർട്ട്നേഴ്സ്. ഓക്കെ, അതിൽ ഫസ്റ്റ് ഇല്ലിസ്ട്രേഷൻ, the following was the balance sheet of OM and company in which X, Y, Z were in partners sharing profits and losses in the ratio 1:2:2. On 31st March 2019, Mr. Z died on 31st December 2019. His accounts has to be settled under the following items. നമുക്ക് തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റ് ഡേറ്റ് 31st December 2019 ആണ്. ബട്ട് ഡെത്ത് സംഭവിക്കുന്നത് 31st December 2019 അപ്പോൾ ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ ബിൽഡിംഗ് 1,20,000, കമ്പ്യൂട്ടേഴ്സ് 80,000, ഇൻവെന്ററീസ് 20,000, ട്രേഡ് റിസീവബിൾസ് 20,000, ക്യാഷ് ആയിട്ട് ബാങ്ക് 50,000, ഇൻവെസ്റ്റ്മെന്റ്സ് 10,000. അക്യുമുലേറ്റഡ് ലോസുകളൊന്നും ഇല്ല. ദെൻ ട്രേഡ് പേയബിൾസ് 20,000, ബാങ്ക് ലോൺ 50,000, ജനറൽ റിസർവ് 30,000. Then capital balances X into the 40,000, Y 80,000, Z 80,000. അപ്പോൾ മൂന്നാമത്തെ പാർട്ട്ണറാണ് മരിക്കുന്നത്. Then goodwill is to be calculated at the rate of 2 years purchase on the basis of the average of 3 years profit and losses. Goodwill is to be calculated at the rate of 2 years purchase on the basis of average of 3 years profit and losses. ഇപ്പോൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരമാണ് ഗുഡ്വിൽ വാല്യുവേഷൻ ചെയ്യേണ്ടത്. ലാസ്റ്റ് 3 years പ്രോഫിറ്റിന്റെ ആവറേജിന്റെ ബേസിസിൽ ആവറേജ് കണ്ടുപിടിച്ച് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 years പർച്ചേസ് ആണ്. ദ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഫോർ ദ 3 years വർ ഡീറ്റെയിൽഡ് ആസ് ബിലോ. ഇപ്പോൾ 31st March 2019 ആണ് ലാസ്റ്റ് അക്കൗണ്ടിങ് ഇയറിന്റെ എൻഡ്. പ്രോഫിറ്റ് 30,000. 31st March 2018 20,000. ദെൻ 31st March 2017 ലോസ് ആണ്, 10,000 ലോസ് ആണ്. Profit for the period from 1/4/2019 to 31st December 2019. ലാസ്റ്റ് അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്തിട്ട് മരിക്കുന്ന ഡേറ്റ് വരേക്കുള്ള പ്രോഫിറ്റ് ascertained proportionately on the basis of average profits and losses of the preceding 3 years. അപ്പോൾ preceding 3 yearsന്റെ ആവറേജ് പ്രോഫിറ്റിന്റെ ബേസിസിലാണ് April 1st 2019 to 31st December 2019 വരേക്കുള്ള ഷെയർ ഓഫ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. During the year ending on 31st March 2019, last accounting year endil, a car costing rupees 40,000 was purchased on 1/4/2018 and debited to traveling expenses. ഒരു കാർ വാങ്ങിച്ചപ്പോൾ ട്രാവലിംഗ് എക്സ്പെൻസസ് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്തത്. അപ്പോൾ ലാസ്റ്റ് അക്കൗണ്ടിങ് ഇയറിന്റെ അക്കൗണ്ടിങ് പ്രോസസ്സിൽ ഒരു എറർ ഉണ്ട്. കാർ വാങ്ങിച്ചപ്പോൾ ഡെബിറ്റ് ചെയ്തത് ട്രാവലിംഗ് എക്സ്പെൻസസിലാണ്. സോ എറേഴ്സ് ലൊക്കേറ്റ് ചെയ്യുന്നത് ലാസ്റ്റ് അക്കൗണ്ടിങ് ഇയറിന്റെ എറർ ലൊക്കേറ്റ് ചെയ്യുന്നത് കറണ്ട് ഇയറിലാണ്, മീൻസ് ഡെത്തിന്റെ സമയത്താണ്. അതിൽ ആ കാറിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണമായിരുന്നു 20% per annum അറ്റ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. അപ്പോൾ കാർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടതിന് പകരം ട്രാവലിംഗ് എക്സ്പെൻസസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു. അപ്പോൾ കാറിന് ഡിപ്രീസിയേഷനും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ദിസ് അസറ്റ് ഈസ് ടു ബി ബ്രോട്ട് ഇൻ ടു അക്കൗണ്ട് അറ്റ് ദ ഡിപ്രീസിയേറ്റഡ് വാല്യൂ. ഡിപ്രീസിയേറ്റഡ് വാല്യൂവിൽ ബുക്കിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. Other values of assets were agreed as follows. Inventory 16,000. ഇൻവെന്ററിയുടെ ബുക്ക് വാല്യൂ 20,000 ആണ്, അതിനെ 16,000 ആക്കണം. ബിൽഡിംഗ് 1,40,000 ആക്കണം. ബിൽഡിങ്ങിന്റെ ബുക്ക് വാല്യൂ 1,20,000 ആണ്. കമ്പ്യൂട്ടേഴ്സ് 50,000. കമ്പ്യൂട്ടറിന്റെ അക്കൗണ്ട് ബാലൻസ് 80,000 50,000 ആക്കണം. ഇൻവെസ്റ്റ്മെന്റ് 6,000 ആണ്. ഇൻവെസ്റ്റ്മെന്റ് ബുക്ക് വാല്യൂ 10,000 ആണ്. ട്രേഡ് റിസീവേഴ്സ് വർ കൺസിഡേർഡ് ഗുഡ്. എല്ലാവരും ഇന്ന് കാശ് പ്രതീക്ഷിക്കുകയാണ്. ഓൾറെഡി പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് ഇല്ല, ബട്ട് അപ്പോൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റിന്റെ ആവശ്യവുമില്ല. അപ്പോൾ ഇത്രയാണ് കണ്ടന്റ്. അപ്പോൾ ടോപ്പിക് ഡെത്ത് ആണ്. ലാസ്റ്റ് അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്തിട്ട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഡെത്ത് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് ആവശ്യപ്പെടുന്നത് കാൽക്കുലേറ്റ് ഗുഡ്വിൽ ആൻഡ് സെറ്റ്സ് ഷെയർ ഇൻ ദ പ്രോഫിറ്റ്സ് ഓഫ് ദ ഫേം ഫോർ ദ പീരീഡ് 1/4/2019 to 31st December 2019. ഗുഡ്വിൽ കാൽക്കുലേഷൻ ചെയ്യണം. അത് ആൻസർ പാർട്ടാണ്. പിന്നെ സെറ്റിന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 1/4/2019 to 31st December 2019 വരേക്കുള്ള ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം.
അത് ഓൾറെഡി അഗ്രീഡ് ആണ്. ലാസ്റ്റ് പ്രിസീഡിങ് 3 years പ്രോഫിറ്റിന്റെ ബേസിസിൽ വേണം ഗുഡ്വില്ലും കാൽക്കുലേറ്റ് ചെയ്യാൻ, ഡിസീസ്ഡ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ലാസ്റ്റ് 3 years പ്രിസീഡിങ് ഇയേഴ്സ് പ്രോഫിറ്റിന്റെ ബേസിസിലാണ്. റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പറേഷൻ ആവശ്യപ്പെടുകയാണ്. ബാക്കിയുള്ള അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിലൊന്നും ചേഞ്ചസ് ഒന്നുമില്ല. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം 31st December 2020. അപ്പോൾ ഈ ക്വസ്റ്റിന്റെ ആൻസർ പാർട്ട് ഗുഡ്വില്ലിന്റെ വാല്യുവേഷനും ഡിസീസ്ഡ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റും റീവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ദെൻ റീകൺസ്ട്രക്റ്റഡ് ബാലൻസ് ഷീറ്റുമാണ്. ഓക്കെ, അപ്പോൾ ഗുഡ്വിൽ വാല്യുവേഷൻ ചെയ്യുമ്പോഴേ ലാസ്റ്റ് 3 years പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. സോ ലാസ്റ്റ് 3 years പ്രോഫിറ്റിലെ ലാസ്റ്റ് 3 years പ്രോഫിറ്റിൻ്റെ അകത്ത് ലാസ്റ്റ് ഇയറിന്റെ പ്രോഫിറ്റ് 30,000 ആണ്. ആ പ്രോഫിറ്റ് കറക്റ്റ് അല്ല, കാരണം എറേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ലാസ്റ്റ് 3 years പ്രോഫിറ്റ് കറക്റ്റ് ചെയ്യണം. ലാസ്റ്റ് 3 year മീൻസ് 31st March 2019 പ്രോഫിറ്റ് 30,000 ആണ്. അത് കറക്റ്റ് പ്രോഫിറ്റ് അല്ല. അപ്പോൾ പ്രോഫിറ്റ് എമൗണ്ട് കറക്റ്റ് ചെയ്യണം. പ്രോഫിറ്റ് എമൗണ്ട് കറക്റ്റ് ചെയ്യണം. കാരണം കാറ് വാങ്ങിച്ചപ്പോൾ ട്രാവലിംഗ് എക്സ്പെൻസസ് അക്കൗണ്ടിലെ ഡെബിറ്റ് ചെയ്തു പോയി. അപ്പോൾ ട്രാവലിംഗ് എക്സ്പെൻസസ് അക്കൗണ്ടാണ് P&L അക്കൗണ്ടിൽ കാണിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഒരു എക്സ്പെൻസസ് കൂടിയിട്ടുണ്ടാവും. അപ്പോൾ എക്സ്പെൻസസ് കൂടുമ്പോൾ പ്രോഫിറ്റ് കുറഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ ആക്ച്വലി അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഡിപ്രീസിയേഷൻ അവിടെ നിൽക്കട്ടെ 40,000 പ്രോഫിറ്റ് കൂടുമായിരുന്നു. അപ്പോൾ 30,000 പ്ലസ് 40,000 70,000 ആവും. അതുകൂടാതെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടുമില്ല. P&L അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ലാസ്റ്റ് ഇയറിൽ ഡിപ്രീസിയേഷൻ 40,000 ഡിപ്രീസിയേഷൻ ഒരു 8,000 20% 8,000 വേണമായിരുന്നു. ആ 8,000 ഡെബിറ്റ് ചെയ്തിട്ടുമില്ല. അപ്പോൾ 8,000 ഡെബിറ്റ് ചെയ്യാത്തത് കൊണ്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ടും പ്രോഫിറ്റ് കൂടിയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ പ്രോഫിറ്റ് ഒരു 8,000 കുറക്കുകയും വേണം. സോ കറക്റ്റ് പ്രോഫിറ്റ് 30,000 പ്ലസ് 40,000 70,000 മൈനസ് 8,000 ദാറ്റ് ഈസ് 62,000 ആണ് കറക്റ്റ് പ്രോഫിറ്റ്. അപ്പോൾ അതിനുശേഷം വേണം ഗുഡ്വിൽ കാൽക്കുലേഷൻ ചെയ്യാൻ. അപ്പോൾ ഗുഡ്വിൽ വാല്യുവേഷൻ, അപ്പോൾ കറക്റ്റ് പ്രോഫിറ്റ് ഞാനിപ്പോൾ സംസാരിച്ച പ്രകാരം കാൽക്കുലേഷൻ എഴുതി കാണിച്ചു തരാം. 62,000 വരും. അപ്പോൾ 62,000 പ്ലസ് 20,000 മൈനസ് 10,000 ഹോൾ ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2 ആണ് ഗുഡ്വിൽ, ഫേമിന്റെ ഗുഡ്വിൽ. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഡിസീസ്ഡ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റിന്റെ കാൽക്കുലേഷൻ ലാസ്റ്റ് 3 years പ്രോഫിറ്റിന്റെ ആവറേജ് എടുക്കുക, അത്രയും December 31st വരേക്കുള്ള അത്രയും മാസത്തേക്കുള്ള പ്രോഫിറ്റ് കാണുന്നു. പിന്നെ ഡിസീസ്ഡ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുള്ളൂ. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഗുഡ്വില്ലിന്റെ കാൽക്കുലേഷൻ ചെയ്യണമെങ്കിലും ലാസ്റ്റ് ഡിസീസ്ഡ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിലും ആദ്യം 31st March 2019 പ്രോഫിറ്റ് കറക്റ്റ് ചെയ്യപ്പെടണം. ഓക്കെ, പിന്നെ കാൽക്കുലേഷൻ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ രണ്ടാമത് ആവശ്യപ്പെടുന്ന റീവാലുവേഷൻ അക്കൗണ്ടാണ്. റീവാലുവേഷൻസ് അക്കൗണ്ടിൽ ബിൽഡിംഗ് റീവാലുവേഷൻ ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, ഇൻവെന്ററീസ് ഉണ്ട്, ട്രേഡ് റിസീവൽസിന്റെ റീവാലുവേഷൻസ് ഇല്ല, പ്രൊവിഷൻസിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇൻവെസ്റ്റ്മെന്റ്സിന് റീവാലുവേഷൻസ് ഉണ്ട്. അണ്ടർ റെക്കോർഡഡ് അസറ്റും അണ്ടർ റെക്കോർഡഡ് ലയബിലിറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ കാറിന്റെ അഡ്ജസ്റ്റ്മെന്റ് റിവാലുവേഷൻ അക്കൗണ്ട് ചെയ്യാം, അതല്ലെങ്കിൽ നേരിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യാം. എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് എഫക്ട് സെയിം ആയിരിക്കാം. ദെൻ അതുകൂടാതെ റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് കൂടാതെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വേണം. അതുകൂടാതെ റീകൺസ്ട്രക്റ്റഡ് ബാലൻസ് ഷീറ്റും ചെയ്യണം. അപ്പോൾ ഈ ക്വസ്റ്റനിൽ ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഗുഡ്വില്ലിന്റെ വാല്യുവേഷൻ ചെയ്യണമെങ്കിലും ഡിസീസ്ഡ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 9 മാസത്തേത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിലും നമുക്ക് ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന ലാസ്റ്റ് ഇയറിന്റെ 31st March 2019 പ്രോഫിറ്റ് കറക്റ്റ് ചെയ്യണം. സോ ഫസ്റ്റ് കറക്റ്റ് പ്രോഫിറ്റിന്റെ കാൽക്കുലേഷൻ ആവാം.
calculation of correct profit for 31st March 2019. So ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന given profit given profit 30,000 ആണ്. given profit 30,000. കഴിഞ്ഞ വർഷം ഉണ്ടായിരിക്കുന്ന എറർ കാറ് വാങ്ങിച്ചപ്പോൾ 40,000 രൂപയുടെ കാറ് വാങ്ങിച്ചപ്പോൾ ട്രാവലിംഗ് എക്സ്പെൻസസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു പോയി. അപ്പോൾ P&L അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ട്രാവലിംഗ് എക്സ്പെൻസസ് കൂടിയിട്ടുണ്ടാവും. അപ്പോൾ അത് അത്ര കണ്ട് പ്രോഫിറ്റ് കുറയുക ചെയ്യാം. അപ്പോൾ പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ടാവും. സോ അത്ര കണ്ട് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. ഇനി രണ്ട് തരത്തിലാവാം. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടുമില്ല. ഡിപ്രീസിയേഷൻ വേണ്ടിയിരുന്നത് 40,000ന്റെ 20% 8,000 റുപ്പീസാണ്. 8,000 ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടുമില്ല. അപ്പോൾ ഒന്നുകിൽ 40,000 ആഡ് ബാക്ക് ചെയ്ത് 8,000 കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ ആഡ് ഓർ എത്രമാത്രം ആഡ് ചെയ്താൽ മതി? 40,000 അകത്ത് ഡിപ്രീസിയേഷൻ കുറച്ചാൽ 8,000 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 32,000 ആഡ് ചെയ്താൽ മതി. സോ ഗിവൺ പ്രോഫിറ്റ് 30,000 ആഡ്. മനസ്സിലാക്കാൻ വേണ്ടി 40,000 ആഡ് ചെയ്യണം ഞാൻ, ലെസ് ഡിപ്രീസിയേഷൻ പോർഷൻ. ഡിപ്രീസിയേഷൻ 8,000 ഡിഡക്ട് ചെയ്യാം. സോ അങ്ങനെ ആകുമ്പോൾ ലാസ്റ്റ് ഇയറിൽ തന്നിരിക്കുന്ന കറക്റ്റ് പ്രോഫിറ്റ് 62,000 വരും. 62,000 രൂപ. ലാസ്റ്റ് ഇയറിന്റെ പ്രോഫിറ്റ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിന്റെ ബേസിൽ ഗുഡ് വിൽ കാൽക്കുലേഷൻ ചെയ്യാവുന്നതാണ്. സോ രണ്ടാമത്തെ പാർട്ടായിട്ട് കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ. കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ആണ്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ആണ് ഗുഡ് വിൽ കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. ഇവിടെ സോ കറക്റ്റഡ് പ്രോഫിറ്റ് 2019 കറക്റ്റഡ് പ്രോഫിറ്റ് 62,000. 62,000 sorry 62,000 plus 20,000 minus 2017 ലോസ് ആണ് 10,000 ലോസ്. then whole divided by 3 into 2 years പർച്ചേസ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറയുന്നത്. 2. So 62,000 plus 20,000 minus 10,000 whole divided by 3 into 2. So goodwill 48,000. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് പാർട്ട് ആൻസർ ആയിട്ടുണ്ട്. 48,000 ആണ് ഫേമിന്റെ ഗുഡ്വിൽ. അടുത്ത ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെടുന്നത് കാൽക്കുലേഷൻ ഓഫ് ഷെയർ ഓഫ് പ്രോഫിറ്റ്. കാൽക്കുലേഷൻ ഓഫ് ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഈ ലാസ്റ്റ് പ്രിസീഡിങ് 3 ഇയേഴ്സിന്റെ പ്രോഫിറ്റിന്റെ ബേസിൽ തന്നെയാണ് കാൽക്കുലേഷൻ ചെയ്യാൻ പറയുന്നത്. ഇപ്പോൾ കാൽക്കുലേഷൻ സെയിം പ്രൊസീജിയർ ആണ്. 62,000 പ്ലസ് 20,000 minus 10,000 whole divided by 3 whole divided by 3
ഇൻറ്റു എത്ര 9 month പ്രോഫിറ്റ് ആണ് 9 divided by 12 ഇൻറ്റു ഡിസീസ്ഡ് പാർട്ട്ണർ Z ആണ്, തേർഡ് പാർട്ട്ണർ ആണ്. അപ്പോൾ പുള്ളിയുടെ ഷെയർ 2 divided by 1:2:2 ആണല്ലോ, 2 divided by 5 വരും. അപ്പോൾ 62,000 പ്ലസ് 20,000 മൈനസ് 10,000 all divided by 3 into 9 divided by 12 into 2 divided by 5. So 7,200 ആണ് ഷെയർ ഓഫ് പ്രോഫിറ്റ് വരിക. ഡിസീസ്ഡ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 7,200. എൻട്രി ഒക്കെ അറിയാം, P&L സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റഡ് ടു സെഡിന്റെ ക്യാപിറ്റലാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പാർട്ടിൽ ആവശ്യപ്പെടുന്ന ഗുഡ്വില്ലും സെഡിന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ്. സോ ഫേമിന്റെ ഗുഡ്വിൽ 48,000 വരും. അതേപോലെ ഡിസീസ്ഡ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 7,200. ഇനി അടുത്തത് ആവശ്യപ്പെടുന്നത് റീവാലുവേഷൻ അക്കൗണ്ട് ആണ്. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് റിമെയിൻ ദ സെയിം ആണ്. അപ്പോൾ മൂന്നാമത്തെ പാർട്ടായിട്ട് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് റീവാലുവേഷൻ അക്കൗണ്ട് ആണ്. നമുക്ക് 1 by 1 ആയിട്ട് ചെയ്യാവുന്നതാണ്. റീവാലുവേഷൻ അക്കൗണ്ട് ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റനിൽ റീവാലുവേഷൻസ് ബിൽഡിംഗ് 1,20,000 ആണ്. ബിൽഡിങ്ങിനെ റീവാല്യൂ ചെയ്തിട്ട് ബിൽഡിങ്ങിന്റെ റീവാലുവേഷൻ ബിൽഡിംഗ് 1,40,000 ആക്കി മാറ്റണം. 1,20,000-നെ അപ്പോൾ റീവാലുവേഷൻ പ്രോഫിറ്റ് 20,000 വരും. എൻട്രി ഒക്കെ അറിയാവുന്നതാണല്ലോ അല്ലേ. ബൈ ബിൽഡിംഗ് റീവാലുവേഷൻ പ്രോഫിറ്റ് ആണ് 20,000. ദെൻ കമ്പ്യൂട്ടേഴ്സ് ബുക്ക് വാല്യൂ 80,000 ആണ്. അതിനെ 50,000 ആക്കി മാറ്റണം. 80,000-നെ കട്ട് ചെയ്തിട്ട് ഒരു 50,000 ആക്കി മാറ്റണം. സോ 30,000 ലോസ് ആണ്. റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ എമൗണ്ട് 30,000. അടുത്തത് ഇൻവെന്ററീസ് ആണ്. ഇൻവെന്ററീസിന്റെ ബുക്ക് വാല്യൂ 20,000 ആണ്. അതിന് 16,000 ആക്കി മാറ്റണം. സോ 4,000 കട്ട് ചെയ്യണം. സോ റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു ഇൻവെന്ററി. റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു ഇൻവെന്ററി എമൗണ്ട് 4,000. നെക്സ്റ്റ് ഇൻവെന്ററി കഴിഞ്ഞാൽ അടുത്ത ട്രേഡ് റിസീവ്സ് ഗുഡ് ആണ്. പ്രൊവിഷൻ ഓൾറെഡി ഇല്ല, ഉണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്ത് കളയണമായിരുന്നു. പിന്നെ ഓൾറെഡി പുതിയ പ്രൊവിഷന്റെ ആവശ്യമില്ല. പിന്നെ ട്രേഡ് റിസീവ്സ് കഴിഞ്ഞാൽ ക്യാഷ് അറ്റ് ബാങ്ക് ആണ്. ദെൻ ഇൻവെസ്റ്റ്മെന്റ് ബുക്ക് വാല്യൂ 10,000 ആണ്. ഇൻവെസ്റ്റ്മെന്റിന്റെ ബുക്ക് വാല്യൂ 10,000, അതിന് 6,000 ആക്കി മാറ്റണം. സോ 4,000 ഡിഡക്ട് ചെയ്യണം. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു ഇൻവെസ്റ്റ്മെന്റ്. $10,000 ഉള്ളത് 6,000 ആക്കി മാറ്റണം. സോ 4,000 കട്ട് ചെയ്യണം. ട്രേഡ് റിസീവ്സ് ഫോർ കൺസിഡേർഡ് ഗുഡ് ആണ്. അപ്പോൾ ലാസ്റ്റ് ഇയറിന്റെ എറർ വേണമെങ്കിൽ റീവാലുവേഷനിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ, അതുകൊണ്ട് കുഴപ്പമൊന്നും. സോ റീവാലുവേഷൻ റിസൾട്ട് ഫൈനൽ ആൻസർ ഒന്നുമല്ല.
ഇനി ലാസ്റ്റ് ഇയറിന്റെ എറർ കുറച്ചും കൂടി നല്ലത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. സോ മീൻസ് കാർ അക്കൗണ്ട് ഡെറ്റർ, കാർ അക്കൗണ്ടിൽ എത്ര ഡെബിറ്റ് വേണം? 40,000, പിന്നെ ഡിപ്രീസിയേഷൻ 8,000 കുറച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 32,000 വേണം. സോ കാർ അക്കൗണ്ട് ഡെറ്റർ ടു എക്സസ് ക്യാപിറ്റൽ, വൈസ് ക്യാപിറ്റൽ, സെറ്റ്സ് ക്യാപിറ്റൽ. അപ്പൊ കാരണം ഓൾറെഡി ഉള്ള എറർ ആണല്ലോ, ഡെത്തിന് മുന്നേ സംഭവിച്ച എറർ ആണ്. സോ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാം. റിവാലുവേഷൻ അക്കൗണ്ടിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. സോ കുറച്ചും കൂടി നല്ലത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്, കാരണം ഡെത്തിന് മുന്നേ ഉണ്ടായിട്ടുള്ള എറർ ആണ്. അൾട്ടിമേറ്റ് എഫക്റ്റ് ഒക്കെ സെയിം. അപ്പോൾ എല്ലാ അസറ്റ്സും ട്രേഡ് പേബിൾസിലും ബാങ്ക് ലോണിലും ജനറൽ റിസർവിലൊന്നും ചേഞ്ചസ് ഒന്നും പറയുന്നു. സോ ഇത്രയും റിവാലുവേഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ റിവാലുവേഷൻ റിസൾട്ട് ഇപ്പോഴേ കണ്ടുപിടിച്ച് വെക്കാവുന്നതാണ്. സോ റിവാലുവേഷൻ ലോസുകൾ കൂടുതലാണ്. റിവാലുവേഷൻ ലോസുകൾ കൂടുതലാണ്. 30, 34, 38,000. 38,000. സോ 18,000 ലോസ് വരും. ടോട്ടൽ 38,000. അപ്പോൾ അൺറെക്കോർഡഡ് ലാസ്റ്റ് ഇയറിന്റെ എറർ ഞാൻ റിവാലുവേഷനിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. നല്ലത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. റീസൺ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 20,000, 38,000, അപ്പോൾ 18,000 ലോസ് വരും. സോ ബൈ ക്യാപിറ്റൽ XYZ ടോട്ടൽ ലോസ് 18,000. 18,000 റേഷ്യോ 1:2:2 ഡിവൈഡ് ചെയ്യാം. 18,000 ഡിവൈഡഡ് ബൈ 5x1, 3,600 ആണ് എക്സിന്റെ ഷെയർ ഓഫ് ലോസ്. ഇൻറ്റു 2, 7,200 and 7,200. അങ്ങനെ റിവാലുവേഷൻ അക്കൗണ്ട് ക്വസ്റ്റനിൽ ആവശ്യപ്പെട്ടത് പകരം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്ത ക്വസ്റ്റനിൽ ആവശ്യപ്പെടുന്നത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഇവിടെ ഡിസീസ്ഡ് പാർട്ട്ണർ സെഡ് ആണ്. സെഡിന്റെ സെറ്റിൽമെന്റിന്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഒന്നും പറയാത്ത ക്വസ്റ്റനിൽ സെഡിന്റെ എക്സിക്യൂട്ടീവ്സ് ഓർ ലീഗൽ ഹെയർസിന്റെ ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ക്യാപിറ്റൽ ബാലൻസിന് ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്, ക്വസ്റ്റനിൽ സെറ്റിൽമെന്റിന്റെ കാര്യങ്ങളൊന്നും പറയാത്തത് കൊണ്ട്. ദെൻ അടുത്ത ക്വസ്റ്റനിൽ ആവശ്യപ്പെടുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ട് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണ്. മൂന്ന് പാർട്ട്നേഴ്സിന്റെ 3 എമൗണ്ടുകളോളം പ്രൊവൈഡ് ചെയ്യണം. XYZ. Z ആണ് ഡിസീസ്ഡ് പാർട്ട്ണർ. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ലാസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ എൻഡിന്റെ ബാലൻസ് പോസ്റ്റ് ചെയ്യാം. ഡേറ്റ് കോളം തൽക്കാലം ഒഴിവാക്കുകയാണ്. ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ എമൗണ്ട് 40,000, 80,000 and 80,000. പിന്നെ എക്യുമുലേറ്റർ ലോസുകളൊന്നും ഇല്ല. പിന്നെ ഓൾറെഡി ഗുഡ് വിൽ ഇല്ല. എക്യുമുലേറ്റർ പ്രോഫിറ്റ് ജനറൽ റിസർവ് ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാം. ബൈ ജനറൽ റിസർവ്
ബൈ ജനറൽ റിസർവ്. ജനറൽ റിസർവ് 30,000 ആണ്. 30,000-നെ 30,000 ഡിവൈഡഡ് ബൈ 5 into 1. ഇപ്പോൾ ഫസ്റ്റ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റിന്റെ ഷെയർ 1:2:2 ആകുമ്പോഴേ 6,000, 12,000, 12,000. അപ്പോൾ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്തു, അക്യുമുലേറ്റഡ് ലോസുകളില്ല. പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ റീവാലുവേഷൻ ലോസ് ഉണ്ടായിരുന്നു. റീവാലുവേഷൻ ലോസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇട്ടിട്ടു റീവാലുവേഷൻ അക്കൗണ്ട് ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ആളുടെ ഷെയർ ഓഫ് ലോസ് 3,600 ആൻഡ് 7,200, 7,200. അപ്പോൾ ഷെയർ ഓഫ് ലോസും ഓക്കെ ആണ്. അപ്പോൾ റിവാലുവേഷൻ ലോസ് അഡ്ജസ്റ്റഡ്. ഓപ്പണിംഗ് ബാലൻസ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്തു, ദെൻ റിവാലുവേഷൻ ലോസ് ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഗുഡ് വിൽ 48,000 ആണ്. ഗുഡ് വിൽ ഒന്നുകിൽ ക്രിയേറ്റ് ചെയ്ത് റൈറ്റ് ഓഫ് ചെയ്യാം, ഗുഡ് വില്ലിനെ ക്രിയേറ്റ് ചെയ്ത് റൈറ്റ് ഓഫ് ചെയ്യാം. അതല്ലെങ്കിൽ ഡിസീസ്ഡ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് ഗുഡ് വിൽ കണ്ട് ഗെയിനിങ് റേഷ്യോയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെയൊക്കെ അൾട്ടിമേറ്റ് എഫക്റ്റ് സെയിം ആണ്. ഈ ക്വസ്റ്റിനിൽ ഗുഡ് വിൽ എന്നുള്ള വേർഡ് ഉപയോഗിക്കരുത് എന്നോ ഗുഡ് വില്ല് ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവരുത് എന്നൊന്നും പറയുന്നില്ല. സോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാവാം. സോ ഫസ്റ്റ് പാർട്ട് എൻട്രി ഗുഡ് വിൽ അക്കൗണ്ട് ഡേറ്റഡ് ടു എക്സസ് ക്യാപിറ്റൽ, വൈസ് ക്യാപിറ്റൽ, സെറ്റ്സ് ക്യാപിറ്റൽ. അപ്പോൾ ബൈ ഗുഡ് വിൽ ഗുഡ് വിൽ നേരത്തെ വാല്യൂ ചെയ്തിട്ടുണ്ട് 48,000. 48,000 ഓൾഡ് റേഷ്യോയിലെ 48,000 ഡിവൈഡഡ് ബൈ 5 into 1, 9,600, 9,600, 19,200, 19,200. ഞാൻ ക്രിയേറ്റ് ചെയ്ത് റൈറ്റ് ഓഫ് ചെയ്യാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഡിസീസ്ഡ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് ഗുഡ് വിൽ കണ്ട് ഗെയിനിങ് റേഷ്യോയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഗെയിനിങ് റേഷ്യോക്ക് ഓൾഡ് റേഷ്യോ തന്നെ ആയിരിക്കാം. എഫക്റ്റ് സെയിം ആണ് കേട്ടോ. ദെൻ ക്രിയേറ്റ് ചെയ്യുന്നു, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് ഇതിന് റൈറ്റ് ഓഫ് ചെയ്യണം. റൈറ്റ് ഓഫ് ചെയ്യേണ്ടത് എക്സും വൈ ആണ് ടു ഗുഡ് വിൽ. ഗുഡ് വിൽ 48,000-നെ അവരുടെ ന്യൂ റേഷ്യോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നില്ല. സെപ്പറേറ്റ് ന്യൂ റേഷ്യോ പറയുന്നില്ല. അപ്പോൾ സെഡിൻ്റെത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1:2. ന്യൂ റേഷ്യോ 1:2 ആണ്. 1:2 റൈറ്റ് ഓഫ് ചെയ്യണം. 48,000 ഡിവൈഡഡ് ബൈ 3, 48,000 ഡിവൈഡഡ് ബൈ 3 into 1, 16,000 വരും. എക്സിൻ്റെ റൈറ്റ് ഓഫ് ചെയ്യേണ്ട പോർഷൻ 16,000 to 32,000. ഓക്കെ, അപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്ത് റൈറ്റ് ഓഫ് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, ഇതിൻ്റെ എഫക്റ്റ് സെയിം ആണ്. ദെൻ അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് കാണിച്ചു, അക്യുമുലേറ്റഡ് പ്രോഫിറ്റിനെ ട്രാൻസ്ഫർ ചെയ്തു, ഗുഡ് വിൽ ക്രിയേറ്റ് ചെയ്ത് റൈറ്റ് ഓഫ് ചെയ്തു. ഇനി ഡിസീസ്ഡ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ഷെയർ ഓഫ് പ്രോഫിറ്റ് 7,200 ഉണ്ടായിരുന്നു. എൻട്രി P&L സസ്പെൻസ് അക്കൗണ്ട് ഡേറ്റഡ് ടു സെറ്റിന്റെ ക്യാപിറ്റലാണ്. അപ്പോൾ സെറ്റിന്റെ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യാം ബൈ P&L സസ്പെൻസ് അക്കൗണ്ട്. അപ്പോൾ സെറ്റിന്റെ ഷെയർ 7,200 ഓൾറെഡി കാൽക്കുലേറ്റഡ്. 7,200. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എല്ലാ പോസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓപ്പണിംഗ് ബാലൻസ്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, ഗുഡ് വില്ലിന്റെ ട്രീറ്റ്മെന്റ് ചെയ്തു. പിന്നെ P&L സസ്പെൻസ് ഓക്കെ, റീവാലുവേഷൻ ലോസ് അഡ്ജസ്റ്റഡ്. ഇനി എറർ ഉണ്ടായിരുന്നു. എന്താണ് എറർ? ലാസ്റ്റ് ഇയറിൽ കാറിനെ ഡെബിറ്റ് ചെയ്യേണ്ടതിന് പകരം ട്രാവലിംഗ് എക്സ്പെൻസസിൽ ഡെബിറ്റ് ചെയ്തു. നമ്മൾ റീവാലുവേഷനിൽ ആ എററിനെ അഡ്ജസ്റ്റ് ചെയ്യാതെ കൊണ്ട് അപ്പോൾ 40,000 കാറിൻ്റെ അകത്തുനിന്ന് എത്ര ഡിപ്രീസിയേഷൻ? 8,000 കുറച്ച് 32,000. അപ്പോൾ 32,000 എൻട്രി നേരിട്ട് ക്യാപിറ്റലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എൻട്രി കാർ അക്കൗണ്ട് ഡേറ്റഡ് ടു ക്യാപിറ്റലാണ്. അപ്പോൾ ബൈ കാർ അക്കൗണ്ട്
കാർ അക്കൗണ്ട് 40,000 അല്ല, ഡിപ്രീസിയേഷൻ 8,000 കുറച്ച് 32,000. സോ 32,000 ഡിവൈഡഡ് ബൈ 5 into 1 6,400 വരും. $12,800 ഇപ്പോൾ ലാസ്റ്റ് ഇയറിന്റെ എററും കറക്റ്റ് ചെയ്തു. ക്യാപിറ്റൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് കാണാവുന്നതാണ്. ഇനി പിന്നെ വേറൊരു പ്രോബ്ലം എന്താന്ന് പറഞ്ഞാൽ ഡിസീസ്ഡ് പാർട്ട്ണർ സെഡ് ആണ്. സെഡിന്റെ കൊടുക്കാനല്ല, സെഡിന് കൊടുക്കാൻ പറ്റില്ല. എന്തായാലും ലീഗൽ ഹെയർസ് ഓർ എക്സിക്യൂട്ടീവ്സിന് കൊടുക്കേണ്ട എമൗണ്ട് സെറ്റിൽമെന്റിന്റെ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒന്നും പറയാത്ത കേസസിൽ എക്സിക്യൂട്ടീവ്സ് ഓർ ലീഗൽ ഹെയർസിന്റെ ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻട്രി സെറ്റ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റഡ് ടു എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട്. എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് ബാലൻസ് വരും. അപ്പോൾ സെഡിന്റെ എമൗണ്ട് നോക്കാം. 80,000 പ്ലസ് 12,000 പ്ലസ് 19,200 പ്ലസ് 7,200 പ്ലസ് 12,800 1,31,200 1,31,200 minus 7,200. So 1,24,000 എക്സിക്യൂട്ടേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സെഡിന്റെ സെറ്റിൽമെന്റ് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സെഡിന്റെ സെറ്റിൽമെന്റ് പറഞ്ഞിട്ടില്ല. അപ്പോ രണ്ട് 240 290 10 3 ലക്ഷം 3 ലക്ഷം. $1,31,200
മൈനസ് 7,200. സോ എക്സിക്യൂട്ടേഴ്സിന്റെ ലോൺ അക്കൗണ്ടിലേക്ക് എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട് 1,24,000. 1,24,000. പിന്നെ ബാക്കിയുള്ള പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് കണ്ടുപിടിക്കാവുന്നതാണ്. വൈയുടേത് 80,000 പ്ലസ് 12,000 പ്ലസ് 19,200 പ്ലസ് 12,800. ടോട്ടൽ 1,24,000 വരും. 1,24,000 80 80,000 പ്ലസ് 12,000 പ്ലസ് 19,200 പ്ലസ് 12,800. അങ്ങനെ ടോട്ടൽ 1,24,000. കറക്റ്റ്. 1,24,000. balance carry down 1,24,000 minus 7,200 minus 32,000 and 84,800 ഉണ്ടാവും. 84,800. അതേപോലെ എക്സിൻ്റെത് 40,000 പ്ലസ് 6,000 പ്ലസ് 9,600 പ്ലസ് 6,400. ടോട്ടൽ credit side total 62,000. 62,000 minus 3,600 minus 16,000. Now 42,400 ആണ് ബാലൻസ്. 42,400. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെടുന്നത് റീകൺസ്ട്രക്റ്റഡ് ബാലൻസ് ഷീറ്റ് ആണ്. റീകൺസ്ട്രക്റ്റഡ് ബാലൻസ് ഷീറ്റ് ആണ് ആവശ്യപ്പെടുന്നത്. ബാലൻസ് ഷീറ്റ് as on 31st December 2019. 31st December 2019. ഓക്കെ, അപ്പോൾ പഴയ ബാലൻസ് ഷീറ്റിൽ ബിൽഡിംഗ് 1,20,000 ആണ്. അതിനെ റീവാല്യൂ ചെയ്തപ്പോൾ 1,40,000 ആക്കി മാറ്റി. സോ ഫൈനൽ ബാലൻസ് ബിൽഡിംഗ് അക്കൗണ്ട് ബാലൻസ് 1,40,000. പിന്നെ കമ്പ്യൂട്ടർ 80,000-നെ 50,000 ആക്കി മാറ്റിയിട്ടുണ്ട്. സോ കമ്പ്യൂട്ടർ അക്കൗണ്ട് ബാലൻസ് ആഫ്റ്റർ ഡെത്ത് കമ്പ്യൂട്ടർ 50,000. കമ്പ്യൂട്ടർ 50,000. നെക്സ്റ്റ് കമ്പ്യൂട്ടർ കഴിഞ്ഞാൽ അടുത്ത ഇൻവെൻട്രീസ് 20,000 ആണ് ബുക്ക് വാല്യൂ ഉണ്ടായിരുന്നത്. നമ്മൾ അതിനെ റീവാല്യൂ ചെയ്തിട്ട് 16,000 ആക്കി മാറ്റിയിട്ടുണ്ട്. ഇൻവെന്ററീസ് അക്കൗണ്ട് ബാലൻസ് 16,000.
പിന്നീട് പറയുന്ന ട്രേഡ് റിസീവൽസ് കറക്റ്റ് മീൻസ് പ്രൊവിഷൻസ് ഒന്നുമില്ല. ഫൈനൽ ബാലൻസ് ആഫ്റ്റർ ഡെത്ത് സെയിം. ട്രേഡ് റിസീവബിൾസ് amount 20,000. Next, cash at bank, cash transactions എന്ന് പറയുന്നൊന്നും ഉണ്ടായിട്ടില്ല. So balance same. Cash at bank amount 50,000. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ്സ് റീവാല്യൂ ചെയ്തപ്പോൾ 6,000 ആക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ എറർ പ്രകാരം എറേഴ്സ് കറക്റ്റ് ചെയ്തപ്പോൾ കാർ അക്കൗണ്ട് ബാലൻസ് 32,000 വന്നിട്ടുണ്ട്. കാർ അക്കൗണ്ട് 32,000. പിന്നെ ഡിസീസ്ഡ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് P&L സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ P&L സസ്പെൻസ് അക്കൗണ്ട് സെറ്റിന്റെ ക്യാപിറ്റൽ എന്നാണ് ആയിരുന്നില്ല. P&L സസ്പെൻസ് അക്കൗണ്ട് P&L സസ്പെൻസ് അക്കൗണ്ട് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 7,200. പിന്നെ അപ്പോൾ എസറ്റ് സൈഡിൽ ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടാവും. ലയബിലിറ്റി സൈഡ് ട്രേഡ് പേബിൾസിൽ ചേഞ്ചസ് ഒന്നുമില്ല. ഡെത്തിന് ശേഷം ബാലൻസ് സെയിം ആണ്. ട്രേഡ് പേബിൾസ് ട്രേഡ് പേബിൾസ് 20,000. Then bank loan no change, same. Bank loan 50,000. General reserve already transfer ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. Then Zന്റെ എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് ബാലൻസ് ഉണ്ടായിരുന്നു. എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. ട്രാൻസ്ഫർ ചെയ്തത് എക്സിക്യൂട്ടേഴ്സിന്റെ ലോൺ അക്കൗണ്ട് 1,24,000. 1,24,000. Then final capital balance എക്സിനും വൈക്കും ക്യാപിറ്റൽ ബാലൻസ് ഉണ്ട്. എക്സ് വൈ എക്സിന്റെ ബാലൻസ് 42,400. 42,400 and വൈയുടേത് 84,800. ഇപ്പോൾ ക്യാപിറ്റൽ ബാലൻസ് എല്ലാം എൻ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗുഡ്വിൽ റൈറ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ക്രിയേറ്റ് ചെയ്യുക ഇന്റേണലി ജനറേറ്റഡ് ഗുഡ്വിലാണ്. സോ എല്ലാ കാര്യങ്ങളും ബാലൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. നോക്കാം, നമുക്ക് ഈക്വൽ ആവാൻ നോക്കാം. ബിൽഡിംഗ് 1,40,000 പ്ലസ് 50,000 പ്ലസ് 16,000 പ്ലസ് 20,000 പ്ലസ് 50,000 പ്ലസ് 6,000 പ്ലസ് 32,000 പ്ലസ് 7,200. 3,21,000. 3,21,200. Credits liabilities are 20,000 plus 50,000 plus 1,24,000 plus 42,400 plus 84,800. And a total 3,21,000. 21,200. ബാലൻസ് ഷീറ്റും ഈക്വൽ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റനിലെ ഫസ്റ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഫേമിന്റെ ഗുഡ്വിൽ വാല്യൂ ആണ്. ഫേമിന്റെ ഗുഡ്വിൽ വാല്യൂ 48,000ഉം പിന്നെ ഡിസീസ്ഡ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 7,200ഉം പിന്നീട് റിവാലുവേഷൻ അക്കൗണ്ട് ചെയ്യാൻ പറഞ്ഞു. റിവാലുവേഷൻ ലോസ് 18,000 ആണ്. ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓൾഡ് റേഷ്യോയിൽ ട്രാൻസ്ഫർ ചെയ്തു.
പിന്നീട് ആവശ്യപ്പെട്ടത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഡിസീസ്ഡ് പാർട്ട്ണറുടെ സെറ്റിൽമെന്റിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എക്സിക്യൂട്ടേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് 1,24,000. പിന്നെ എക്സിന്റെയും വൈയുടെയും കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ ബാലൻസ് 42,400 ആൻഡ് 84,800. അതിനുശേഷം റീകൺസ്ട്രക്റ്റഡ് ബാലൻസ് ഷീറ്റും എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ വർക്കൗട്ട് ചെയ്തത് ലാസ്റ്റ് അക്കൗണ്ടിങ് ഇയറിൽ കാറ് പർച്ചേസ് ചെയ്തപ്പോഴേ തെറ്റായിട്ട് ട്രാവലിംഗ് എക്സ്പെൻസസിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അസറ്റിനെ ഈ വർഷം നമ്മളെ ബുക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ അസറ്റിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് അക്കൗണ്ടിങ് ഇയറിൽ 20% ഡിപ്രീസിയേഷൻ അടക്കം കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ അതിനെ റെക്ടിഫൈ ചെയ്തത്. പിന്നെ ഡെത്തിന്റെ ഭാഗമായിട്ട് ആ കാറിന്റെ വാല്യൂ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നുള്ള കാര്യം ക്വസ്റ്റ്യനിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തത് കാറിന്റെ ഓപ്പണിങ്ങിലുള്ള മീൻസ് കറക്റ്റ് ചെയ്തതിന് ശേഷമുള്ള മീൻസ് 32,000 ആയിരുന്നു. ആ 32,000 ചേഞ്ചസ് ഒന്നും ഇല്ല, അപ്വേർഡ് റിവാല്യൂഷൻ ഇല്ല, ഡൗൺവേർഡ് റിവാല്യൂഷൻസ് ഒന്നും ഇല്ല എന്നുള്ള എസംഷൻസ് ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തത്. അതല്ല എങ്കിൽ ആ കാറിന് അപ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത് വരെയൊക്കെ ഡിപ്രീസിയേഷൻ കൺസിഡർ ചെയ്തിട്ട് മീൻസ് ഡൗൺവേർഡ് റിവാല്യൂഷൻ ചെയ്തിട്ട് റീവാല്യൂഷൻ അക്കൗണ്ടിൽ ആ കാറിന്റെ കുറച്ച് കൊണ്ടുവരുന്ന എമൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ട് റീവാല്യൂഷൻസ് ചെയ്തുകൊണ്ടും പ്രോബ്ലം ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ എസംഷൻ കാറിന്റെ വാല്യൂവിൽ ചേഞ്ചസ് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ തരത്തിൽ ആൻസർ ചെയ്തത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആൻസറിൽ ചേഞ്ചസ് ഉണ്ടാവും. ഡിപ്രീസിയേഷൻ മീൻസ് ഡൗൺവേർഡ് റീവാല്യൂഷൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ റീവാല്യൂഷൻ അക്കൗണ്ടിന്റെ റിസൾട്ടിൽ ചേഞ്ചസ് ഉണ്ടാവും. അതിനനുസരിച്ചിട്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ചേഞ്ചസ് ഉണ്ടാവും. സോ സെറ്റിൽമെന്റ് എമൗണ്ടിലടക്കം ചേഞ്ചസ് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എസംഷൻ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ സ്റ്റുഡൻസ്, നമുക്ക് ഇല്ലസ്ട്രേഷൻ നമ്പർ 2 ആവാം. ദ പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റ് ഓഫ് എ ഫേം കൺസിസ്റ്റിംഗ് of 3 partners A, B and C who share profits in the proportion of 1/2, 1/4, 1/4. That is 2:1:1 and whose fixed capitals are 10,000, 6,000 and 4,000 respectively. അപ്പോൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിരിക്കുന്ന 1/2, 1/4, 1/4 ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആകുമ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ, അപ്പോൾ 2:1:1 ആണ്. അവരുടെ ഫിക്സഡ് ക്യാപിറ്റൽ ബാലൻസ് 10,000, 6,000, 4,000 റെസ്പെക്റ്റീവ്ലി ഫിക്സഡ് ക്യാപിറ്റൽ ആണ്. പ്രൊവൈഡ്സ് ആസ് ഫോളോസ് that partners be allowed interest at 10% per annum on their fixed capital. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ എമൗണ്ടിന്റെ മുകളിൽ 10% ഇൻട്രസ്റ്റ് ഉണ്ട്. ബട്ട് നോ ഇൻട്രസ്റ്റ് ബി അലൗഡ് ഓൺ അൺഡ്രോൺ പ്രോഫിറ്റ് ഓർ ചാർജ് ഓൺ ഡ്രോയിങ്സ്. അപ്പോൾ ഡ്രോയിങ്സിന്റെ മോഡലും ഇൻട്രസ്റ്റ് ഇല്ല, വിഡ്രോ ചെയ്ത് കൊണ്ടുപോകാത്ത അക്യുമുലേറ്റഡ് പ്രോഫിറ്റിന്റെ മോഡലും ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നില്ല. That upon the death of a partner, the goodwill of the firm be valued at 2 years purchase of the average net profit. Upon the death of a partner, the goodwill of the firm be valued at 2 years purchase of the average net profit after charging interest on capital for 3 years to 31st December preceding the death of a partner. അപ്പോൾ ഗുഡ്വിൽ വാല്യുവേഷൻ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡാണ്. ലാസ്റ്റ് ഡെത്ത് സംഭവിക്കുന്നതിന് തൊട്ട് മുന്നേയുള്ള 3 വർഷത്തെ പ്രോഫിറ്റിന്റെ ആവറേജിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പ്രോഫിറ്റ് ഡിവിസിബിൾ പ്രോഫിറ്റ് ആവണം, നെറ്റ് പ്രോഫിറ്റ് ആവരുത്. അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡിഡക്ട് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട് ആവണം. ദാറ്റ് ആൻ ഇൻഷുറൻസ് പോളിസി റുപ്പീസ് 10,000 ഈച്ച് ടു ബി ടേക്കൺ ഇൻ ഇൻഡിവിജ്വൽ നെയിം ഓഫ് ഈച്ച് പാർട്ട്നേഴ്സ്. അപ്പോൾ 3 പാർട്ട്നേഴ്സിന്റെയും പേരിൽ സെപ്പറേറ്റ് പോളിസീസ് ഉണ്ട്. എയുടെ പോളിസി എമൗണ്ട് 10,000, ബിയുടേത് 10,000, സിയുടേത് 10,000. സെപ്പറേറ്റ് പോളിസിയാണ്, ജോയിന്റ് ലൈഫ് പോളിസീസ് അല്ല. ദ പ്രീമിയം ഈസ് ടു ബി ചാർജ്ഡ് അഗെയിൻസ്റ്റ് ദ പ്രോഫിറ്റ് ഓഫ് ദ ഫേം എന്ന് പറഞ്ഞാൽ ഓരോ വർഷം അടച്ചുകൊണ്ടിരിക്കുന്ന പ്രീമിയത്തിന് സാധാ ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് P&L അക്കൗണ്ടിൽ ക്ലോസ് ചെയ്യാണ്. സോ ബാലൻസ് ഷീറ്റിൽ എന്തായാലും ബാലൻസുകൾ ഉണ്ടാവില്ല. പോളിസി റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടുകൾക്ക് ബാലൻസ് ഉണ്ടാവില്ല. കാരണം അടച്ചുകൊണ്ടിരിക്കുന്ന പ്രീമിയത്തിനെ P&L അക്കൗണ്ടിൽ സാധാ എക്സ്പെൻസ് ആയിട്ട് ക്ലോസ് ചെയ്യുന്ന മെത്തേഡാണ്. ദെൻ upon the death of a partner, he is to be credited with a share of the profit, interest on capital extra, calculated upon 31st December following his death. അപ്പോൾ എപ്പോഴാണോ മരിക്കുന്നത്, പാർട്ട്നേഴ്സ് ക്യാൻ മേക്ക് ദെയർ ഓൺ മ്യൂച്വൽ അഗ്രിമെന്റ് ആണ്. പാർട്ട്നേഴ്സ് എപ്പോഴാണോ മരിക്കുന്നത്, ആ മരിക്കുന്നതിന് ശേഷമുള്ള 31st ഡിസംബർ വരേക്ക് ഷെയർ ഓഫ് പ്രോഫിറ്റും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. സാധാരണ ഒരു പാർട്ട്ണർ മരിക്കുന്ന ഡേറ്റ് വരേക്കുള്ള കാര്യങ്ങളാണ് പാർട്ട്നേഴ്സ് അവർക്ക് അർഹതപ്പെട്ടതൊക്കെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നതും അവരുടെ അടുത്ത് ഇങ്ങോട്ട് കിട്ടാനുള്ളത് ഡെബിറ്റ് ചെയ്യുന്നത്. ബട്ട് ഇവിടെ കണ്ടീഷൻസിൽ ചെറിയൊരു മാറ്റമുണ്ട്. ദാറ്റ് ദ ഷെയർ ഓഫ് ദ പാർട്ട്ണർഷിപ്പ് പോളിസി ആൻഡ് ഗുഡ് വിൽ ബി ക്രെഡിറ്റഡ് ടു ദ ഡിസീസ്ഡ് പാർട്ട്ണർ ആസ് ഓൺ 31st December ഫോളോയിങ് ഹിസ് ഡെത്ത്. ഷെയർ ഓഫ്
policy individual policies ഉണ്ട് ആൻഡ് ഗുഡ് വിൽ ബി ക്രെഡിറ്റഡ് ടു ദ ഡിസീസ്ഡ് പാർട്ട്ണർ ആസ് ഓൺ 31st December ഫോളോയിങ് ഹിസ് ഡെത്ത്. പിന്നെ അടുത്ത കണ്ടീഷൻ പറയുന്നത് ദാറ്റ് ദ പാർട്ട്ണർഷിപ്പ് ബുക്സ് ബി ക്ലോസ്ഡ് ആനുവലി ഓൺ 31st December. അപ്പോൾ കലണ്ടർ ഇയർ ഫോളോ ചെയ്യുന്ന ഫേമാണ് അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്യുന്നത് 31st December. എ ഡൈഡ് ഓൺ 30th September 2019. അപ്പോൾ ഡേറ്റ് ഓഫ് ഡെത്ത് 30th September 2019 ആണ്. ആദ്യത്തെ പാർട്ട്ണർ മരിക്കുകയാണ്. അപ്പോൾ 30th September വരേക്കുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഷെയർ ഓഫ് പ്രോഫിറ്റും ഗുഡ് വില്ലൊന്നും അല്ല ക്രെഡിറ്റ് ചെയ്യേണ്ടത്, 31st December വരേക്കുള്ളതാണ്. ഇതാണ് ഓൾറെഡി ഉള്ള ഡീഡിലുള്ള എഗ്രിമെന്റ്. ദ എമൗണ്ട് സ്റ്റാൻഡിങ് ടു ദ ക്രെഡിറ്റ് ഓഫ് ഹിസ് കറണ്ട് അക്കൗണ്ട് ഓൺ 31st 2018. അപ്പോൾ അക്കൗണ്ടിങ് ഇയറിന്റെ ബിഗിനിങ്ങിൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണല്ലോ ഇവർ ഫോളോ ചെയ്യുന്നത്. എയുടെ കറണ്ട് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് 450 ആണ്. ആൻഡ് ഫ്രം ദാറ്റ് ദ ഡേറ്റ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത് ഹി ഹാഡ് വിഡ്രോൺ ₹3,000 ഫ്രം ദ ബിസിനസ്. അപ്പോൾ അപ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത് വരേക്ക് അയാളുടെ ഡ്രോയിങ്സ് 3,000 ആണ്. കറണ്ട് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് 450 ആണ്. അപ്പോൾ ഡ്രോയിങ്സിനെയൊക്കെ കറണ്ട് അക്കൗണ്ടിലാണല്ലോ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ കറണ്ട് അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് അൾട്ടിമേറ്റ്ലി കറണ്ട് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആയിട്ട് വരും. ഡെബിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക ഡ്രോയിങ്സിനെ കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. 450 ഡ്രോയിങ്സ് എമൗണ്ട് 3,000. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് 2,550 രൂപ ഉണ്ടാവും. ദെൻ an unrecorded liability of ₹2,000 was discovered on 30th September 2019. അൺറെക്കോർഡ് ലയബിലിറ്റി ഉണ്ട്. വേറെ മറ്റുള്ള റീവാലുവേഷൻസ് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അൺറെക്കോർഡ് ലയബിലിറ്റി മീൻസ് റീവാലുവേഷൻ ലോസ് ആണ്. ഇറ്റ് വാസ് ഡിസൈഡഡ് ടു റെക്കോർഡ് ഇറ്റ് ആൻഡ് ബി ഇമ്മീഡിയറ്റ്ലി പെയ്ഡ് ഔട്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് പേയ്മെന്റ് ചെയ്യണം. സോ റീവാലുവേഷൻ അക്കൗണ്ട് ഡേറ്റഡ് ടു ക്യാഷ് എന്ന് എഴുതിയാൽ മതി. അതല്ലെങ്കിൽ റീവാലുവേഷൻ അക്കൗണ്ട് ഡേറ്റഡ് ടു അൺറെക്കോർഡ് ലയബിലിറ്റി, പിന്നീട് പേയ്മെന്റ് ചെയ്യുമ്പോൾ അൺറെക്കോർഡ് ലയബിലിറ്റി അക്കൗണ്ട് ടു ക്യാഷ്, അതല്ലെങ്കിൽ ഷോർട്ട് എൻട്രി റീവാലുവേഷൻ അക്കൗണ്ട് ഡേറ്റഡ് ടു ക്യാഷ് ഓർ ബാങ്ക് എമൗണ്ട് 2,000. സോ റീവാലുവേഷൻ ലോസ് ആണ്. A trading result of the firm before charging interest on capital. Trading result of the firm before charging interest on capital. Interest on capital ചാർജ് ചെയ്യുന്നതിന് മുന്നേ, അതായത് ട്രേഡിംഗ് റിസൾട്ട് ആണ് NP. നെറ്റ് പ്രോഫിറ്റും നെറ്റ് ലോസും ആയിരിക്കാം. 2016 പ്രോഫിറ്റ് 9640, 2017 പ്രോഫിറ്റ് 6720, 2018. അപ്പോൾ 2019 30th September മരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ഉള്ള 3 വർഷം എന്ന് പറയുമ്പോൾ 2016, 2017, 2018. അപ്പോൾ 2018 ലോസ് ആണ്. 2019 മരിച്ച വർഷം മീൻസ് ഡേറ്റ് ഓഫ് ഡെത്തിൻ്റെ ഇയർ ആണ്. ദെൻ അപ്പോൾ ആ വർഷം ഓൾറെഡി എത്ര 3,670 രൂപ പ്രോഫിറ്റും ഉണ്ടാക്കിയിട്ടുണ്ട്, ആക്ച്വൽ പ്രോഫിറ്റ്. Assuming the surrender value of the policy to be 20% of the sum insured. Assuming surrender value of the policy. അപ്പോൾ ഇൻഡിവിജ്വൽ പോളിസീസ് ഓരോ പാർട്ട്നേഴ്സിന്റെ പേരിൽ 10,000 പോളിസീസ് എടുത്തിട്ടുണ്ട്. സറണ്ടർ വാല്യൂ 20% ആണ്. ദാറ്റ് മീൻസ് 2,000 ഈച്ച് ആയിരിക്കും. സോ ഡെത്ത് ആവുമ്പോൾ ഡിസീസ്ഡ് പാർട്ട്ണറുടെ പോളിസി എമൗണ്ട് കിട്ടും, ബാക്കിയുള്ള പാർട്ട്നേഴ്സ് സറണ്ടർ ചെയ്യും, ബാക്കിയുള്ള പാർട്ട്നേഴ്സിന്റെ സറണ്ടർ വാല്യൂ കിട്ടും. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യാം. വെയിറ്റ്. Prepare an account showing the amount due to as legal representative as on 31st December 2019. ആക്ച്വലി 30th September ഡെത്ത് എങ്കിലും സെറ്റിൽമെന്റ് ഒക്കെ ചെയ്യുന്നത് 31st December വരേക്കുള്ള ഷെയർ ഓഫ് പ്രോഫിറ്റും അതേപോലെ 31st December വരേക്കുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് 31st December വരുന്നത്. അപ്പോൾ ലീഗൽ കേസിന് കൊടുക്കേണ്ട എമൗണ്ട് കണ്ടുപിടിക്കേണ്ട കാര്യം മാത്രമേ ഈ ക്വസ്റ്റനിൽ ആവശ്യപ്പെടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, എയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്താൽ മതി. എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഉണ്ട്. കറണ്ട് അക്കൗണ്ട് ബാലൻസിനെ നേരിട്ട് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഫിക്സഡ് ക്യാപിറ്റലിന്റെ മോഡലിൽ 10% പ്രൊവൈഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അത് മീൻസ് ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. 30th September വരേക്കല്ല, 31st December വരേക്കുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. പിന്നെ ലാസ്റ്റ് അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്തിട്ട് മരിക്കുന്ന ഡേറ്റ് വരേക്കുള്ള പ്രോഫിറ്റ് അല്ല ഡിസീസ്ഡ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യുന്നത്. ആ വർഷത്തെ മീൻസ് 31st December വരേക്കുള്ള പ്രോഫിറ്റ്, ആക്ച്വൽ പ്രോഫിറ്റ് തന്നെ ക്വസ്റ്റൻ ഉണ്ട്. അത്ര 3,670 ആണ്. അതിൽ അയാളുടെ ഡിസീസ്ഡ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ക്രെഡിറ്റ് ചെയ്യാം. പിന്നെ ഗുഡ് വിൽ കാൽക്കുലേഷൻ പ്രിസീഡിങ് 3 years പ്രോഫിറ്റിന്റെ ആവറേജ്, അത് ഡിവിസിബിൾ പ്രോഫിറ്റ് ആവണം, നെറ്റ് പ്രോഫിറ്റ് അല്ല. ഇവിടെ തന്നിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് നെറ്റ് ലോസുകളാണ്. അപ്പോൾ ആ പ്രോഫിറ്റ് ഡിവിസിബിൾ പ്രോഫിറ്റിന്റെ ബേസിസിൽ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്ത് ഗുഡ് വില്ലിന്റെ ഷെയറും ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ കണ്ടന്റ് മനസ്സിലായി കാണുന്നു പ്രതീക്ഷിക്കുന്നു.
അപ്പോൾ ഈ ക്വസ്റ്റിന് ആൻസർ പാർട്ടായിട്ട് വേണ്ടത് ലീഗൽ കേസിന് കൊടുക്കേണ്ട എമൗണ്ട് കണ്ടുപിടിക്കാൻ വേറെ ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. എയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതിയാവും. എയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ഓൾറെഡി ക്യാപിറ്റൽ അക്കൗണ്ടിന് എയുടെ ക്രെഡിറ്റ് ബാലൻസ് 10,000 ഉണ്ട്. പിന്നെ 10,000 മുകളിൽ 31st ഡിസംബർ വരേക്ക് തന്നെ ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യാം. 1,000 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടാവും. ഗുഡ്വില്ലിന്റെ കാൽക്കുലേഷൻ ചെയ്യേണ്ടത് തന്ന പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റും നെറ്റ് ലോസും ആണ്. അതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 3 വർഷത്തെ ഇതെന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കുറക്കണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10%. അപ്പോൾ 1,000ഉം 600ഉം 400ഉം ആണ് ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ 3 വർഷത്തെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടോട്ടൽ 2,000 വരും. അപ്പോൾ തന്ന ലാഭത്തിൻ്റെ അകത്ത് നിന്ന് ലോസിനോടും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എത്രയാണോ ഡിവിസിബിൾ പ്രോഫിറ്റും ലോസും എത്രയാണോ വരുന്നത് അതിൻ്റെ ബേസിസിൽ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്ത് ഡിസീസ്ഡ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ പോളിസി എമൗണ്ട് ഇൻഡിവിജ്വൽ പോളിസിയാണ്. 10,000 10,000 10,000 ആണ്. സറണ്ടർ വാല്യൂ 2,000 ഈച്ചു ആണെന്ന് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഡിസീസ്ഡ് പാർട്ട്ണറുടെ പോളിസി എമൗണ്ട് കിട്ടും, അതായത് 10,000 തന്നെ. ബാക്കിയുള്ള പാർട്ട്നേഴ്സിന്റെ സറണ്ടർ വാല്യൂ ബിയുടേത് 2,000 സിയുടേത് 2,000 അങ്ങനെ 14,000 ആണ് കിട്ടുക. ആ 14,000-ൽ ഓൾറെഡി മീൻസ് പ്രീമിയത്തിനെ ഓർഡിനറി ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാണ്. അപ്പോൾ കിട്ടിയ എമൗണ്ട് 14,000 വരും ടോട്ടലി. ആ 14,000-ൽ എയുടെ ഷെയർ ആളുടെ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്താൽ മതി, പോളിസിയുടെ ഷെയർ. പിന്നെ പ്രോഫിറ്റ് അപ്പോൺ ദ ഡെത്ത് ഓഫ് ദ പാർട്ട്ണർ ഹീസ് ടു ബി ക്രെഡിറ്റഡ് വിത്ത് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അപ് ടു 31st ഡിസംബർ ആണ്. ഇതാണ് ഈ ക്വസ്റ്റിനെ ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ്. 30th സെപ്റ്റംബർ വരേക്കല്ല. ഷെയർ ഓഫ് പ്രോഫിറ്റ് പ്രീവിയസ് ഇയേഴ്സ് പ്രോഫിറ്റിന്റെ ആവറേജോ ലാസ്റ്റ് ഇയറിനൊന്നും നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഒറിജിനൽ പ്രോഫിറ്റ് തന്നെ ഇവിടെ തന്നിട്ടുണ്ട്. ഒറിജിനൽ പ്രോഫിറ്റ് 3670 ആണ്. അതിൽ ഡിസീസ്ഡ് പാർട്ട്ണറുടെ ഷെയർ നേരിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. പിന്നെ റീവാലുവേഷൻസ് ഉണ്ട്. ഗുഡ്വില്ലിന്റെ കാര്യം മനസ്സിലായി, പോളിസിയുടെ ട്രീറ്റ്മെന്റ് ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓക്കെ, ഷെയർ ഓഫ് പ്രോഫിറ്റിന്റെ കാര്യവും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ റീവാലുവേഷൻ ഉണ്ട്. ഒരു അൺറെക്കോർഡ് ലയബിലിറ്റി മാത്രമേ ഉള്ളൂ. അൺറെക്കോർഡ് ലയബിലിറ്റി 2,000 ആണ്. വേറെ റീവാലുവേഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ റീവാലുവേഷൻസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ റീവാലുവേഷൻ 2,000 രൂപയാണ് റീവാലുവേഷൻ ലോസ് വരിക. ആ 2,000-ന്റെ പാർട്ട് ഡിസീസ്ഡ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്താലും മതി. അപ്പോൾ ഈ ക്വസ്റ്റിന് ആൻസർ ചെയ്യണമെങ്കിൽ കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഈ ക്വസ്റ്റിന്റെ ആൻസർ പാർട്ട് എയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്തു കഴിഞ്ഞാൽ ലീഗൽ റെപ്രസെന്റേറ്റീവ്സിന് കൊടുക്കാൻ ഉള്ള എമൗണ്ട് എത്രയാണെന്നുള്ള കാര്യം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം. ഇപ്പോൾ സെറ്റിൽമെന്റ് എമൗണ്ട്, ലീഗൽ കേസിന്റെ സെറ്റിൽമെന്റ് എമൗണ്ട് കണ്ടുപിടിക്കാൻ ഡിസീസ്ഡ് പാർട്ട്ണറായ എയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി.
അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ പ്രകാരം ഡേറ്റ് ഓഫ് ഡെത്ത് 30th September 2019 അപ്പോൾ അക്കൗണ്ടിംഗ് ഇയറിന്റെ എൻഡ് 31st December ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അക്കൗണ്ടിംഗ് ഇയറിന്റെ ബിഗിനിങ് 2019 January 1st. ഏടെ ക്യാപിറ്റൽ ബാലൻസ് അവൈലബിൾ ആണ്. ഓപ്പണിംഗ് ക്യാപിറ്റൽ ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ 10,000. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഫോളോ ചെയ്യാണ്. ഇപ്പോൾ കറണ്ട് അക്കൗണ്ട് ബാലൻസ് ഓൾറെഡി ക്രെഡിറ്റ് ബാലൻസ് 450 ഉണ്ട്. അതുകൂടാതെ ഡ്രോയിങ്സ് ഉണ്ട്. അപ്പോൾ 3000 മൈനസ് 450 കറണ്ട് അക്കൗണ്ട് ബാലൻസ് 2550 മീൻസ് ഡേറ്റ് ഓഫ് ഡെത്തിൽ എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യാവുന്നതാണ്. September 30th to current account. ഇനി എല്ലാ കാര്യങ്ങളും കറണ്ട് അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യേണ്ടതില്ല. നിലവിലുള്ള കറണ്ട് അക്കൗണ്ട് ബാലൻസിനെ നേരിട്ട് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യാം. 2550 വരെ 2550. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10,000 മുകളിൽ. അത് കാൽക്കുലേഷൻ്റെ ആവശ്യമില്ല, ഈസി കാൽക്കുലേഷൻ ആണ്. 30th September വരേക്കല്ല പ്രൊവൈഡ് ചെയ്യാൻ പറയുന്നത്, 31st December വരേക്ക് തന്നെയാണ്. സോ 1 ഇയറിലേക്കാണ്. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഇട്ടിട്ട് ക്യാപിറ്റൽ ബൈ December 31st പോസ്റ്റിംഗ് വരും. ബൈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഫിക്സഡ് ക്യാപിറ്റലായ 10,000ന്റെ 10%, ദാറ്റ് ഈസ് 1,000. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ കാൽക്കുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡിസീസ്ഡ് പാർട്ട്ണർ അവകാശപ്പെട്ടത് ഗുഡ്വില് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പ്രകാരം ഗുഡ്വിലിന്റെ ഷെയർ ക്രെഡിറ്റ് ചെയ്യണം, പോളിസിയുടെ ഷെയർ ക്രെഡിറ്റ് ചെയ്യണം, ഡിസീസ്ഡ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ക്രെഡിറ്റ് ചെയ്യണം. റീവാലുവേഷൻ ഒരൈറ്റം മാത്രമേ ഉള്ളൂ, റീവാലുവേഷൻ ലോസ് ആണ്. ആ റീവാലുവേഷൻ ലോസിന്റെ ഷെയറിനെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ ബാലൻസ് ആണ് സെറ്റിൽമെന്റ് എമൗണ്ട് ആയിട്ടുണ്ടാവും. സോ ഈ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ ഗുഡ്വിൽ വാല്യുവേഷൻ ചെയ്യണം. സോ വർക്കിംഗ് നോട്ട് നമ്പർ 1 ആയിട്ട് നമുക്ക് വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ ആവും. ആവറേജ് പ്രോഫിറ്റ് വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 2016 പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് 9640 ആണ്. 2016 NP 9640. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എയുടേത് 1000ഉം ബിയുടെ 6000ന്റെ 10% 600ഉം സിയുടേത് 4000ന്റെ 10% 900. അങ്ങനെ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഫോർ 3 years എല്ലാ വർഷവും 2000 each വരും. ഫിക്സഡ് ക്യാപിറ്റൽ ആണ്. അപ്പോൾ 7640 ആണ് ഡിവിസിബിൾ പ്രോഫിറ്റ്. 2017 NP ആണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. പിന്നെ NP എമൗണ്ട് 6720, ഇൻട്രസ്റ്റ് 2000, 4720. 2018 ലോസ് ആണ്, നെറ്റ് ലോസ് ആണ്. തന്നിരിക്കുന്ന ലോസ് എമൗണ്ട് 640. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷമുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ നെറ്റ് ലോസ് ആണെങ്കിലും പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിവിസിബിൾ ലോസ് കൂടുകയാണ് ചെയ്യുക. സോ ടോട്ടൽ ലോസ് 2640. ഇത് ലോസ് ആണ്, ഡിഡക്ട് ചെയ്യാം. സോ പ്രോഫിറ്റ് 7640 പ്ലസ് 4720 മൈനസ് 2640, 9720 വരും ടോട്ടൽ പ്രോഫിറ്റ്. ഡിവിസിബിൾ ആണ് 9720. ഗുഡ്വിൽ $9720 divided by 3 into 2. 6480 ആണ് ഫേമിന്റെ ടോട്ടൽ വാല്യൂ ഗുഡ്വിൽ. അതിൽ ഡിസീസ്ഡ് പാർട്ട്ണറുടെ ഷെയർ 6480
into 2 divided by 4. 3240 വരെ. ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റ് ഗുഡ്വിൽ അക്കൗണ്ട് ഡേറ്റഡ് എസ് ക്യാപിറ്റൽ, ബിസ് ക്യാപിറ്റൽ, സിസ് ക്യാപിറ്റൽ. അപ്പോൾ ഡിസീസ്ഡ് പാർട്ടിയുടെ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത് 3240 ആണ് ക്യാപിറ്റൽ ക്രെഡിറ്റ്. പിന്നീട് അതിനുശേഷം റിമൈനിങ് പാർട്ട്നേഴ്സ് അതിനെ റൈറ്റ് ഔട്ട് ചെയ്യാം. അത് നമുക്കിവിടെ ആവശ്യമില്ല. എയുടെ ക്യാപിറ്റൽ ക്രെഡിറ്റ് വരേണ്ട എമൗണ്ട് മാത്രമാണ്. അതല്ലെങ്കിൽ ഗെയിനിങ് റേഷ്യോയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഗെയിനിങ് റേഷ്യോ സ്വാഭാവികമായിട്ടും പഴയത് തന്നെയായിരിക്കും. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും എയുടെ ക്യാപിറ്റൽ ക്രെഡിറ്റ് ആയിട്ട് വരേണ്ട എമൗണ്ട് 3240 ആണ്. സോ എങ്ങനെ വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം. by B and C's capital 3240. ഇങ്ങനെ ഗുഡ്വില്ലിന്റെ വാല്യുവേഷനും ട്രീറ്റ്മെന്റും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഡിസീസ്ഡ് പാർട്ട്ണർക്ക് അർഹതപ്പെട്ടത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്തോ, ഗുഡ്വില്ലിന്റെ ഷെയർ പ്രൊവൈഡ് ചെയ്തോ, പിന്നെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഷെയർ ഓഫ് പ്രോഫിറ്റ് അപ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത് വരെയൊക്കെയാണ് സ്വാഭാവികമായിട്ട് ഉണ്ടാവുക. പക്ഷേ എങ്കിൽ പാർട്ട്നേഴ്സ് അഗ്രി ചെയ്ത 31 ഡിസംബർ വരെയൊക്കെയുള്ളതാണ്. അപ്പോൾ എയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് പ്രീവിയസ് ഇയറുകളുടെ പ്രോഫിറ്റോ പ്രീവിയസ് ഇയറിന്റെ പ്രോഫിറ്റ് ഒന്നും എടുക്കേണ്ടതില്ല. കാരണം ഒറിജിനൽ മരിച്ച വർഷത്തെ ഒറിജിനൽ പ്രോഫിറ്റ് അവൈലബിൾ ആണ്. ആസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് NP തന്നിട്ടുണ്ട്. ഡിവിസിബിൾ പ്രോഫിറ്റിന്റെ ഷെയർ വേണം കണ്ടെത്താൻ. എയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 3670 ആണ് NP. 3670 അത് ഡിവിസിബിൾ അല്ല, കാരണം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 2000 ഉണ്ട്. അപ്പോൾ 1670 1670 into 2 divided by 4. 1670 divided by 835 ആണ്. ഷെയർ ഓഫ് പ്രോഫിറ്റ് ഡിവിസിബിൾ പ്രോഫിറ്റിൻ്റെതാവണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലൊക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ളത് 835. ഇത് സസ്പെൻസിന്റെ ആവശ്യമൊന്നുമില്ല, കാരണം ഒറിജിനൽ പ്രോഫിറ്റ് തന്നെയാണ്. സാധാരണ നമ്മൾ 30th സെപ്റ്റംബർ വരെ ആണെങ്കിൽ P&L സസ്പെൻസ് അക്കൗണ്ട് ക്യാപിറ്റലിനായില്ല. ഇത് ഒറിജിനൽ പ്രോഫിറ്റ് തന്നെയാണ്, കാരണം ഓൾറെഡി ഫൈനൽ അക്കൗണ്ട്സ് ഒക്കെ ചെയ്തു എന്നുള്ളതാണ്. സോ ബൈ P&L appropriation ഇതൊക്കെ ഡേറ്റ് ഡിസംബർ 31 ആണ്. അപ്രോപ്രിയേഷൻ എമൗണ്ട് 835. ഓപ്പണിംഗ് ബാലൻസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഗുഡ്വിൽ, അതുകൂടാതെ ഷെയർ ഓഫ് പ്രോഫിറ്റ്, പിന്നെ കറണ്ട് അക്കൗണ്ടിന് ട്രാൻസ്ഫർ ചെയ്തു. പിന്നീട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടത് എന്താണ്? പോളിസി ഉണ്ട്, ഇൻഡിവിജ്വൽ പോളിസി ഉണ്ട്. ഷെയർ ഓഫ് പോളിസി കണ്ടുപിടിക്കാം. ഇൻഡിവിജ്വൽ പോളിസിയാണ്. സോ അടുത്ത വർക്കിംഗ് നോട്ടായിട്ട് എഴുതാം. കാൽക്കുലേഷൻ ഓഫ് ഷെയർ ഓഫ് പോളിസി. മരിച്ച പാർട്ട്ണറുടെ പോളിസി എമൗണ്ട് കിട്ടും. ബാക്കിയുള്ള പാർട്ട്നേഴ്സ് പോളിസി സറണ്ടർ ചെയ്തു എന്ന് അസ്യൂം ചെയ്യാം. അപ്പൊ എയുടെ പോളിസി എമൗണ്ട് തന്നെയാണ് കിട്ടും, 10,000. ബിയുടേത് സറണ്ടർ വാല്യൂ 2000. സിയുടേത് സറണ്ടർ വാല്യൂ 2000. ക്വസ്റ്റ്യനിൽ വ്യക്തതയില്ല ബാക്കിയുള്ള പാർട്ട്നേഴ്സ് പോളിസി സറണ്ടർ ചെയ്തോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അപ്പൊ നമ്മുടെ അസംപ്ഷൻ പോളിസി സറണ്ടർ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇൻഷുറൻസ് കമ്പനിയുടെ അടുത്ത് കിട്ടുന്ന ടോട്ടൽ ഫിഗർ 14,000 ആണ്. കോമൺ പ്രോപ്പർട്ടിയാണ്, എല്ലാ പാർട്ട്നേഴ്സിനും അർഹതപ്പെട്ടതാണ്. പോളിസി എടുക്കുന്നത് ഫേം ആണ്. അപ്പൊ 14,000. അപ്പൊ എയുടെ ഷെയർ 14,000 into 2 divided by
4. That is 7,000. 7,000 ആണ് ഷെയർ ഓഫ് പോളിസി. ബൈ പോളിസി പേര് വെച്ച് എഴുതുന്നില്ല, 7,000. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഓപ്പണിംഗ് ബാലൻസ് കറണ്ടിനെ ട്രാൻസ്ഫർ ചെയ്തോ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചെയ്തോ, പിന്നെ ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റ് ഓക്കെ, പോളിസി എമൗണ്ട് ഓക്കെയാണ്. പിന്നെ ഇവിടെ റീവാലുവേഷൻസ് ഉണ്ട്, അൺറെക്കോർഡ് ലയബിലിറ്റി ഉണ്ട്. അൺറെക്കോർഡ് ലയബിലിറ്റി എമൗണ്ട് 2,000 ആണ്. ഈ ഒറ്റൊരു ആവശ്യത്തിന് വേണ്ടി ഒരു കാര്യത്തിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് ചെയ്യേണ്ടതില്ല. ഇതാണ് റീവാലുവേഷൻ ലോസ് ആണ്. അൺറെക്കോർഡ് ലയബിലിറ്റി റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു അൺറെക്കോർഡ് ലയബിലിറ്റി, പിന്നീട് അത് പേയ്മെന്റ് ചെയ്യണം. അൺറെക്കോർഡ് ലയബിലിറ്റി അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക്, ഷോർട്ട് എൻട്രി റീവാലുവേഷൻ അക്കൗണ്ട്. സോ റീവാലുവേഷൻ ലോസ് ആണ്. റീവാലുവേഷൻ ലോസിന്റെ ഷെയർ ഡിസീസ്ഡ് പാർട്ണറുടെ ക്യാപിറ്റലിനും ഡെബിറ്റ് ചെയ്യണം. ടു റീവാലുവേഷൻ അക്കൗണ്ട്, റിവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ടോട്ടൽ ലോസ് 2,000 ആണ്. 2,000 into 2 divided by 4, 1,000. അപ്പോൾ റിവാലുവേഷൻ ലോസിന്റെ ഷെയർ 1,000 ആണ്. പിന്നീട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. കറണ്ട് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് എവറിത്തിങ് ഓക്കെ ആണ്. പിന്നെ ഡൈഡ് ഓൺ 30th September, ഓക്കെ. ദ എമൗണ്ട് സ്റ്റാൻഡിംഗ് ദ ക്രെഡിറ്റർ, ഡ്രോയിങ്സും എല്ലാം ഓക്കെ ആണ്. അപ്പോൾ ഡിസീസ്ഡ് പാർട്ണറുടെ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യേണ്ട, ഓപ്പണിംഗ് ബാലൻസിനെ ക്രെഡിറ്റ് ചെയ്തു, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്തു, ഗുഡ്വില്ലിന്റെ ഷെയർ ക്രെഡിറ്റ് ചെയ്തു, പ്രോഫിറ്റിന്റെ ഷെയർ ക്രെഡിറ്റ് ചെയ്തു, പോളിസിയുടെ ഷെയർ ക്രെഡിറ്റ് ചെയ്തു. പിന്നെ ഡെബിറ്റ് ചെയ്യേണ്ട ഡ്രോയിങ് മീൻസ് കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസിനെ ഡെബിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്തു, റിവാലുവേഷൻ ലോസും ചെയ്തു. സോ ഇവിടെ സെറ്റിൽമെന്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ എക്സിക്യൂട്ടീവ്സ് മീൻസ് ലീഗൽ കേസിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള, ലീഗൽ കേസിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് എൻട്രി, ട്രാൻസ്ഫർ എൻട്രി, ട്രാൻസ്ഫർ എൻട്രി, ട്രാൻസ്ഫർ എൻട്രി, ക്യാപിറ്റൽ അക്കൗണ്ട് ഡേറ്റഡ് ടു, ഇതൊക്കെ December 31st എക്സിക്യൂട്ട് മീൻസ് ലീഗൽ കേസ് അക്കൗണ്ട്. എമൗണ്ട് കണ്ടുപിടിക്കാം. 10,000 പ്ലസ് 1,000 പ്ലസ് 3,240 പ്ലസ് 835 പ്ലസ് 7,000. Total credit side total 22075 22075 minus 2550 minus 1,000, 18,525 transferred to legal case account. 18,525. 18,000. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിലെ സെറ്റിൽമെന്റ് എമൗണ്ട് 18,525 ആണ്. ബാക്കിയുള്ള കാൽക്കുലേഷൻസ് ഒക്കെ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഇല്ലസ്ട്രേഷൻ നമ്പർ 3 ആവാം. The following is the balance sheet of Messrs ABC Brothers as at 31st December 2019. So balance sheet date 31st December 2019 ആണ്. Partners A, B and C ആണ്. Machinery 5,000, furniture 2,800, fixtures 2,100, cash 1,500, inventories 950, debtors 4,500, already ulla provision account balance 300. Then capital A 4,100, B 4,100, then C 4,500, general reserve 1,500, trade payables 2,350. അപ്പോൾ accumulated ലോസുകളൊന്നുമില്ല. accumulated profit ആയിട്ട് general reserve ഉണ്ട്, goodwill already balance sheet ഇല്ല. Then C died on 3rd January 2020. ജനുവരി 3-ാം തീയതി 2020 സോ നമുക്ക് തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റ് ഡേറ്റ് 31st December 2019 ആണ്. അപ്പോൾ 3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് മരിക്കുക. അപ്പം 3 ദിവസത്തിന്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ മീൻസ് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, അതിന് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കേണ്ടതില്ല.
then unimportant ആയിട്ട് എടുക്കാവുന്നതാണ്. Then assets were to be revalued. Machinery book value 5,000 ആണ്. അത് 5,000 അപ്പോൾ റിവാല്യൂഷൻ പ്രോഫിറ്റ് ആണ്. 5,850 ആക്കണം. 850 രൂപ പ്രോഫിറ്റ് ആണ്. ഫർണിച്ചർ ബുക്ക് വാല്യൂ 2,800 ആണ്. ദെൻ ഫർണിച്ചറിന്റെ റിവൈസ്ഡ് പ്രൈസ് 2,300 ആണ്. അപ്പോൾ 500 റിവാല്യൂഷൻ ലോസ് ആണ്. ഇൻവെന്ററി 750, ദെൻ 950 എന്നുള്ളത് 750 ആക്കി മാറ്റണം. സോ 200 റിവാല്യൂഷൻ ലോസ് ആണ്. ഗുഡ്വിൽ വാസ് വാല്യൂഡ് അറ്റ് ₹3,000. ഫേമിന്റെ ഗുഡ്വിൽ വാല്യൂ 3,000 ആണ് ആൻഡ് വാസ് ടു ബി ക്രെഡിറ്റഡ് വിത്ത് ഹിസ് ഷെയർ. ഡിസീസ്ഡ് പാർട്ട്ണറായ സിയുടെ ക്യാപിറ്റലിൽ ക്രെഡിറ്റ് ചെയ്യണം വിത്തൗട്ട് യൂസിങ് എ ഗുഡ്വിൽ അക്കൗണ്ട്. ഗുഡ്വിൽ അക്കൗണ്ട് യൂസ് ചെയ്യാതെ തന്നെ ക്യാപിറ്റലിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ₹1,000 was to be paid away to the executor of the dead partner on 5th January 2020. അപ്പോൾ ഡിസീസ്ഡ് പാർട്ട്ണറുടെ ലീഗൽ കേസ് എക്സിക്യൂട്ടേഴ്സിന് ₹1,000 കൊടുക്കുന്നത്. സോ കൊടുക്കാനുള്ള എമൗണ്ട് മോർ ദാൻ 1,000 കൂടുതലായിരിക്കാം. ഈ ക്വസ്റ്റ്യൻ ആവശ്യപ്പെടുന്നത് required to show journal entry for goodwill adjustment. Goodwill adjustment in the journal entry വേണം. Goodwill adjustment in the journal entry വേണം. അതാണ് ആൻസർ പാർട്ട്. റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. വിച്ച് അക്കൗണ്ട് വുഡ് ബി ഡെബിറ്റഡ് ആൻഡ് വിച്ച് അക്കൗണ്ട് ക്രെഡിറ്റഡ് ഇഫ് ദ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് ഇൻ ദ ബാലൻസ് ഷീറ്റ് വാസ് ടു ബി ഫൗണ്ട് അൺനെസസറി ടു മെയിൻറ്റെയിൻ അറ്റ് ദ ഡെത്ത് ഓഫ് സി. അപ്പോൾ അതൊരു എക്സ്ട്രാ ക്വസ്റ്റൻ ആണ്. അത് ഈ ഡെത്തിന്റെ റിവാലുവേഷൻ ആയിട്ട് ബന്ധപ്പെടുന്ന ക്വസ്റ്റൻ അല്ല. സോ ഒരു സെപ്പറേറ്റ് ക്വസ്റ്റൻ ആണ്. ദെൻ അപ്പൊ ഈ പ്രോബ്ലത്തിന്റെ പ്രത്യേകത ഓൾഡ് പാർട്ട്നേഴ്സ് എയും ബിയും സിയും ആണ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നില്ല. അപ്പൊ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തരുന്നില്ലെങ്കിൽ എപ്പോഴും ഈക്വൽ ആയിട്ട് എടുക്കാവുന്നതാണ്. 1:1:1 ആണ്. ഡിസീസ്ഡ് പാർട്ട്ണർ സി ആണ്. ഓക്കെ. അപ്പോൾ ഗുഡ്വിൽ വാല്യൂ ഒക്കെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. നമ്മളെ വാല്യുവേഷൻ ഒന്നും ചെയ്യേണ്ടതില്ല. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റിന്റെ ആൻസർ എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് ആവശ്യപ്പെടുന്നത് ജേർണൽ എൻട്രി ഫോർ ഗുഡ്വിൽ ആണ്. എയും ബിയും സി ആണ് ഓൾഡ് പാർട്ട്നേഴ്സ്. സി ഡിസീസ്ഡ് പാർട്ട്ണർ ആണ്. അപ്പോ ഗുഡ്വിൽ എന്നുള്ള വേർഡ് യൂസ് ചെയ്യരുത്. അപ്പൊ ക്യാപിറ്റലിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ സെപ്പറേറ്റ് തന്നിട്ടില്ല താനും. സോ ഗുഡ്വിൽ 3,000 ആണ്. അപ്പോൾ 3,000 സിയുടെ ഷെയർ 1/3 പോർഷൻ ആണ്. 1,000 വരും. അപ്പോൾ ഗുഡ്വില്ലിന്റെ എമൗണ്ട് 1,000 ആണ്. ആരുടെ ഡിസീസ്ഡ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ 1,000 ആണ്. ആ 1,000 എന്തായാലും ഇവിടെ ഗെയിനിങ് പാർട്ട്നേഴ്സ് എയും ബിയും ആണ്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഗുഡ്വില്ലിനെ ക്രിയേറ്റ് ചെയ്ത് റൈറ്റ് ഓഫ് ചെയ്യുന്നതിന് പകരം ഡയറക്റ്റ് ആയിട്ട് ഗെയിനിങ് റേഷ്യോയിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഗെയിനിങ് റേഷ്യോ ഓൾഡ് റേഷ്യോ ആയ 1:1 തന്നെ ആയിരിക്കാം. 1:1 തന്നെയാണ്. സോറി. സോ എൻട്രി ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ദ ജേർണൽ എൻട്രി ഫോർ ഗുഡ്വിൽ. ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ ഗുഡ്വില്ലിന്റെ എൻട്രി ആണ്. ആസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, as capital account debtor, B's capital account debtor, B's capital account debtor to C's capital, deceased partner. അപ്പോൾ സിയുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ 3,000 into 1/3 ആണ്. 1,000 ആണ്. ഈക്വൽ പാർട്ട്നേഴ്സ് ആണ്. റേഷ്യോ സെപ്പറേറ്റ് പറയാത്തത് കൊണ്ട്. സോ ഗെയിനിങ് റേഷ്യോ ഈക്വൽ ആയിരിക്കുമല്ലോ. 500. അപ്പോൾ ഇതാണ് ഗുഡ്വിൽ അഡ്ജസ്റ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെടുന്ന റീവാലുവേഷൻ അക്കൗണ്ടും പിന്നീട് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ ആണ്. ഫസ്റ്റ് റീവാലുവേഷൻ അക്കൗണ്ട്. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ആൻസർ പാർട്ടിലേക്ക് വരികയാണ്. റീവാലുവേഷൻ അക്കൗണ്ട്. കമ്പാരിറ്റീവ്ലി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. റീവാലുവേഷൻ അക്കൗണ്ടിൽ കുറേ ഐറ്റംസ് ഒന്നും റീവാല്യൂ ചെയ്യുന്നില്ല.
അങ്ങനെ റീവാലുവേഷൻ അക്കൗണ്ട് ഫോർമാറ്റ് റെഡിയാണ്. ഇപ്പോൾ റീവാലുവേഷൻസിലെ മെഷീനറി 5000 ആണ് ബുക്ക് വാല്യൂ, 5850 ആക്കണം. സോ 850 രൂപ റീവാലുവേഷൻ പ്രോഫിറ്റ് ആണ്. റീവാലുവേഷൻസ് ഒക്കെ ചെയ്യുന്നത് ജനുവരി 3rd ഡെത്ത് ഡേറ്റിൽ തന്നെയാണ്. ഇപ്പോൾ 2020 ജനുവരി 3rd മെഷീനറി 5000 എന്നുള്ളത് 850 രൂപ ലാഭമാണ്. ബൈ മെഷീനറി അക്കൗണ്ട് ജേർണൽ എൻട്രീസ് ഒക്കെ എല്ലാവരും എക്സ്പേർട്ട് ആയിട്ടുണ്ടാവും. ബൈ മെഷീനറി അക്കൗണ്ട് 850. ദെൻ ഫർണിച്ചറിലെ റിവാലുവേഷൻ ലോസ് 2800-നെ 2300 ആക്കി മാറ്റണം. സോ റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു ഫർണിച്ചർ 2800-ന് അപ്പോൾ 500 ലോസ് വരും. അടുത്ത ഫർണിച്ചർ കഴിഞ്ഞ ഫിക്ചേഴ്സ് ആണ്. ഫിക്ചേഴ്സിൽ ചേഞ്ചസ് ഒന്നും പറയുന്നില്ല. ക്യാഷ് ബാലൻസ് ഓക്കെ. ഇൻവെന്ററീസ് 950, ബുക്ക് വാല്യൂ 750 ആക്കി മാറ്റണം. സോ റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു ഇൻവെന്ററി 200, 950 750 ആക്കി മാറ്റുന്നു. സോ ഇതൊക്കെ ഡേറ്റ് 2020 ജനുവരി 3rd ആണ്. മെഷീനറി ഓക്കെ, ഫർണിച്ചർ ഓക്കെ, ഇൻവെന്ററീസ് ഓക്കെ. ദെൻ അസറ്റ്സ് മെഷീനറി, ഫർണിച്ചർ, ഇൻവെന്ററി. സോ റീവാലുവേഷൻസ് ഇത്രയും മാത്രമേ വരുന്നുള്ളൂ. 3rd പോയിന്റ് ഒരു എക്സ്ട്രാ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ്. അത് റീവാലുവേഷന്റെ ഭാഗമല്ല. മീൻസ് ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഡെത്തുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റിൽ എക്സ്ട്രാ ഒരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻ മാത്രമാണ്, ഓപ്ഷൻസ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഈ 3 ഐറ്റംസ് ആണ് റീവാല്യൂ ചെയ്യുന്നത്. അപ്പോൾ റീവാലുവേഷൻ പ്രോഫിറ്റ് കൂടുതലാണ്. ടോട്ടൽ 850. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 850 അങ്ങനെ 150 ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സോ റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാപിറ്റൽ ടോട്ടൽ 150. പിന്നെ ABC ഈക്വൽ പാർട്ട്നേഴ്സ് ആണ്. 50 rupees ഈച്ച് വരും. റീവാലുവേഷൻ അക്കൗണ്ട് കംപ്ലീറ്റഡ്. ഇത് നമ്മളോട് ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെടുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഡിസീസ്ഡ് പാർട്ട്ണറുടെ ലീഗൽ മീൻസ് എക്സിക്യൂട്ടേഴ്സിന് ഇമ്മീഡിയറ്റ് ആയിട്ട് 1000 കൊടുക്കുന്നുണ്ട്. ബാക്കി ലോൺ അക്കൗണ്ടിലേക്ക് സ്വാഭാവികമായിട്ടും ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. ക്യാപിറ്റൽ അക്കൗണ്ട്
2020 January 1st ഓപ്പണിംഗ് ബാലൻസ് പോസ്റ്റ് ചെയ്യാം. ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ 4,100 and 4,500. 4,100, 4,100 and 4,500. Accumulated ലോസുകളൊന്നുമില്ല. Accumulated profit ജനറൽ റിസർവ് ഉണ്ട്. ബൈ ജനറൽ റിസർവ് ഈക്വൽ പാർട്ട്നേഴ്സ് ആണ് 500, 500, 500. പിന്നെ റിവാലുവേഷൻ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. മുകളിൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ബൈ റിവാലുവേഷൻ അക്കൗണ്ട് 150 ആണ് ടോട്ടൽ. 50, 50, 50. പിന്നെ ഗുഡ്വില്ലിന്റെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗുഡ്വില്ലിന്റെ അഡ്ജസ്റ്റ്മെന്റിൽ ഡിസീസ്ഡ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ 1000 ഗെയിനിങ് റേഷ്യോയിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ബൈ എൻട്രി നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ബി മീൻസ് ആസ് ക്യാപിറ്റൽ, ബീസ് ക്യാപിറ്റൽ ടു സീസ് ക്യാപിറ്റൽ. അപ്പോൾ സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ ആസ് ക്യാപിറ്റൽ 500 by B's capital 500. എയുടെയും ബിയുടെയും അക്കൗണ്ടില് ഇതൊക്കെ ജനുവരി 3rd എയുടെയും ബിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ ടു സീസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യാം. ടു സീസ് ക്യാപിറ്റൽ എയുടെ കോളം 500, ബിയുടെ കോളം 500. ഓക്കെ, അപ്പോൾ അക്യുമുലേറ്റർ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് അക്യുമുലേറ്റർ ലോസുകളൊന്നുമില്ല. ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞു. ദെൻ റീവാലുവേഷൻ പ്രോഫിറ്റ് റിസൾട്ട് ട്രാൻസ്ഫർ ചെയ്തു. റീവാലുവേഷൻ റിസൾട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഇനി ഫൈനൽ സെറ്റിൽമെന്റ് ഭാഗമായിട്ട് എക്സിക്യൂട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ഇട്ടിട്ടു ക്യാഷ്. സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇട്ടിട്ട് ക്യാഷ് എമൗണ്ട് 1000 ആണ്. ബാക്കിയുള്ളതിൽ എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ടു എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട്, to executors account 4,500 plus 500 plus 50 plus 1,000. അങ്ങനെ ടോട്ടൽ 6,050 വരും. സിയുടേത് 6,050, 6,050, 6,050. പോസ്റ്റ് ചെയ്ത് മാറിപ്പോയിട്ടുണ്ട്. പോസ്റ്റ് ചെയ്ത് മാറിയത് സി ആണല്ലോ ഡിസീസ്ഡ് പാർട്ട്ണർ. അപ്പോൾ സിയുടെ അക്കൗണ്ടിലാണ് പേയ്മെന്റ് പോസ്റ്റ് ചെയ്യേണ്ടത്. എമൗണ്ട് 1,000. 5,050 ബാക്കി 5,050 എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. 5,050. ഓക്കെ, അപ്പോൾ അങ്ങനെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് കഴിഞ്ഞു. ദെൻ ബാക്കി രണ്ട് പാർട്ട്നേഴ്സിന്റെ ബാലൻസ് എടുക്കാം. 4,100, 4,650, 4,650 ടോട്ടൽ. 4,650, 4,650. പേയ്മെന്റ് ജനുവരി 5-ാം തീയതിയാണ്. ബാക്കിയുള്ളൊക്കെ 5-ാം തീയതിയിലേക്ക് ട്രാൻസ്ഫർ. സോ ബാലൻസ് $4,150 വരും. 4,150 ഈച്ച്. ഓക്കെ, 4,150 ഈച്ച്. അങ്ങനെ ക്യാപിറ്റൽ അക്കൗണ്ട് കംപ്ലീറ്റഡ് ആണ്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. വിച്ച് അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ് ആൻഡ് വിച്ച് അക്കൗണ്ട് credited if the provision for doubtful debt in the balance sheet was to be found
unnecessary to maintain at the death of C. അപ്പോൾ ഓൾറെഡി ഉള്ള പ്രൊവിഷൻ അൺനെസസറി ആണ്, ആവശ്യമില്ല എങ്കിൽ അൺനെസസറി ആണെങ്കിൽ ഏത് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും, ഏത് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യും എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തായാലും പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് അക്കൗണ്ടിനെ ക്ലോസ് ചെയ്യണം, ആവശ്യമില്ല. അപ്പോൾ അതിന് ഓൾറെഡി ക്രെഡിറ്റ് ബാലൻസ് ആണ്. സോ ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റും ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് റീവാലുവേഷൻ അക്കൗണ്ട് ഓർ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആവാം. സോ അങ്ങനെയാണെങ്കിൽ തേർഡ് ക്വസ്റ്റിന്റെ ആൻസർ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് അക്കൗണ്ട് ഡെറ്റർ account debtor to revaluation account or capital account. Amount already ഉള്ള 300. ഇത് അഡീഷണൽ ആയിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മാത്രമാണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് റൈറ്റ് ഓഫ് ചെയ്തതാണ്. No longer necessary. No longer necessary. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ട മൂന്ന് കാര്യങ്ങളും ആൻസർ ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ആവശ്യപ്പെട്ടിരുന്നത് ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റിന്റെ എൻട്രി ആണ്. രണ്ടാമത് ആവശ്യപ്പെട്ടത് റീവാലുവേഷൻ അക്കൗണ്ട് ആണ്. റീവാലുവേഷൻ അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ദെൻ ക്യാപിറ്റൽ അക്കൗണ്ട് എക്സിക്യൂട്ടേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് ബാക്കി ട്രാൻസ്ഫർ ചെയ്തു, ബാക്കിയുള്ള പാർട്ട്നേഴ്സിന്റെ ബാലൻസ് എടുത്തു. പിന്നെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് ആവശ്യമില്ലായിരുന്നെങ്കിൽ എന്ത് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും, എന്ത് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യും എന്നുള്ള ഒരു അഡീഷണൽ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് റീവാലുവേഷൻ ഓൾറെഡി ഉള്ള റീവാലുവേഷൻ അക്കൗണ്ട് പോസ്റ്റ് ചെയ്യുന്നു വേണ്ട, അതൊരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ മാത്രമാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അടുത്ത ഇതായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഇല്ലസ്ട്രേഷൻ നമ്പർ 4 ഡിസ്കസ് ചെയ്തതിന് ശേഷം സോൾവ് ചെയ്യാൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4 ബി ആൻഡ് എൻ were partners. The partnership deed provides inter alia that the account be balanced on 31st December each year. So accounting year end 31st December ആണ്. accounting year calendar year ആണ്, സ്റ്റാർട്ട് ചെയ്യുന്നത് January 1st ending 31st December. The profit be divided as follows. ബിയുടേത് ബിയും എന്നും ആണ് പാർട്ട്നേഴ്സ്. ബിയുടേത് 1/2 1/2, എന്നിൻ്റെത് 1/3 ആൻഡ് ക്യാരിഡ് ഇറ്റ് റിസർവ് അക്കൗണ്ട്. ഓരോ 1/6 ആണ്. 1/2 1/3 1/6. 1/6 ഓരോ വർഷം ഉണ്ടാക്കുന്ന ലാഭം റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള റേഷ്യോ ആണ്. അപ്പോൾ ബിയുടേത് 1/2, എന്നിൻ്റെത് 2 പാർട്ട്നേഴ്സ് മാത്രമേ ഉള്ളൂ, 1/3 ആണ്. ഇപ്പോൾ അവരുടെ മാത്രമായിട്ടുള്ള പ്രപ്പോർഷൻ പറയുമ്പോൾ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നോർമൽ കേസിലാണല്ലോ 3:2 വരും അവരുടെ റേഷ്യോ. ബിയുടെയും എന്നിന്റെയും അവരുടെ തമ്മിലുള്ള പ്രപ്പോർഷൻ 3:2 ആണ്. 1/2 1/3 ഇപ്പോൾ ഡിനോമിനേറ്റർ കോമൺ ആക്കി മാറ്റുമ്പോൾ 3:2. That in the event of death of a partner, his executor will be entitled to the following. Executors-ന് അർഹതപ്പെട്ട എന്താ? The capital to his credit at the date of death. ഡെത്തിന്റെ സമയത്ത് ക്യാപിറ്റൽ ബാലൻസ് എത്രയാണ് ആ ബാലൻസ്. His proportion of profit to the date of death based on the average profit of the last 3 completed years. അപ്പോൾ ലാസ്റ്റ് അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്തിട്ട് മരിക്കുന്ന ഡേറ്റ് വരേക്കുള്ള ഷെയർ ഓഫ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ലാസ്റ്റ് 3 കംപ്ലീറ്റഡ് ഇയേഴ്സിന്റെ പ്രോഫിറ്റിന്റെ ബേസിസിലാണ്. ഈ ഷെയർ ഓഫ് ഗുഡ്വിൽ ബേസ്ഡ് ഓൺ 3 years പർച്ചേസ് ഓഫ് ദ ആവറേജ് പ്രോഫിറ്റ് ഫോർ ദ 3 പ്രിസീഡിംഗ് കംപ്ലീറ്റഡ് ഇയേഴ്സ്. അപ്പോൾ ലാസ്റ്റ് 3 പ്രിസീഡിംഗ് ഇയേഴ്സിന്റെ പ്രോഫിറ്റിന്റെ ആവറേജിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്ഥാപനത്തിന്റെ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്വിൽ കിട്ടും. അതിൽ ഡിസീസ്ഡ് പാർട്ട്ണറുടെ ഷെയർ കണ്ടുപിടിക്കണം. പിന്നീട് നമുക്ക് തന്നിട്ടുള്ള ട്രയൽ ബാലൻസ് ആണ്. ട്രയൽ ബാലൻസ് ഓൺ 31st December 2019. B's capital 90,000, N's capital 60,000. ക്യാപിറ്റൽ ബാലൻസ് ആണ് തന്നിട്ടുള്ളത്. പിന്നീട് പറയുന്നത്
റിസർവ് 30,000 ആണ്. ബിൽസ് റിസീവ്ഡ് 50,000, ഇൻവെസ്റ്റ്മെന്റ് 40,000, ക്യാഷ് ബാലൻസ് 1,10,000, ട്രേഡ് പേബിൾസ് 20,000 ആണ്. നോമിനൽ അക്കൗണ്ടുകളൊന്നുമില്ല. എക്സ്പെൻസസ് ഒക്കെ അൾട്ടിമേറ്റ്ലി ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റ് തന്നെയാണ്. ബാലൻസ് ഷീറ്റ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് മാത്രമല്ലേ. ദ പ്രോഫിറ്റ് ഫോർ ദ 3 years were 2017 42,000, 2018 39,000, 2019 45,000. and died on 1st May 2020. ഇപ്പോൾ കലണ്ടർ ഇയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ബാലൻസുകൾ 31st December 2019 ആണ്. 31st December 2019 ആണ് തന്നത്. ഓക്കെ, അപ്പോ പുതിയ അക്കൗണ്ടിങ് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 1st അപ്പൊ 4 മാസം കഴിഞ്ഞതിന് ശേഷമാണ് മരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റനിൽ ആവശ്യപ്പെടുന്നത് ഷോ ദ കാൽക്കുലേഷൻ ഓഫ് എൻ ഷെയർ ഓഫ് പ്രോഫിറ്റ്. അപ്പൊ എന്നിന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ഈ 4 മാസത്തേക്കുള്ള ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറയുന്നത് ലാസ്റ്റ് 3 പ്രിസീഡിങ് ഇയേഴ്സ് പ്രോഫിറ്റിന്റെ ആവറേജിന്റെ ബേസിസിലാണ്. ഷെയർ ഓഫ് ഗുഡ്വിൽ അതും ലാസ്റ്റ് 3 ഇയേഴ്സ് പ്രോഫിറ്റിന്റെ ബേസിസിലാണ് ഗുഡ്വിലും കണ്ടുപിടിക്കാൻ. ഡ്രോപ്പ് ആൻഡ് എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് ആസ് വുഡ് അപ്പിയർ ഇൻ ദ ഫേംസ് ലെഡ്ജർ ട്രാൻസ്ഫറിംഗ് ദ എമൗണ്ട് ടു ദ ലോൺ അക്കൗണ്ട്. എക്സിക്യൂട്ടേഴ്സിന്റെ അക്കൗണ്ട് ആണ്. അതായത് ഡേറ്റ് ഓഫ് ഡെത്തിലുള്ള എല്ലാ ഡിസീസ്ഡ് പാർട്ണർ അർഹതപ്പെട്ട എല്ലാ അക്കൗണ്ടുകളെയും ഡയറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ടേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ, അതല്ലെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഡിസീസ്ഡ് പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്തിട്ട് ഫൈനൽ ബാലൻസ് എക്സിക്യൂട്ടേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് എഫക്റ്റ് ഒക്കെ സെയിം ആണ്. ബട്ട് എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് നല്ലത് ബാലൻസുകളും എല്ലാ അർഹതപ്പെട്ട എല്ലാം എക്സിക്യൂട്ടേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് എക്സിക്യൂട്ടറുടെ അക്കൗണ്ട് തന്നെ ഓപ്പൺ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. എക്സിക്യൂട്ടർക്ക് സെറ്റിൽമെന്റ് ചെയ്യുന്നില്ല, കൊടുക്കാനുള്ള എമൗണ്ട് ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ ഇതാണ് ഈ ക്വസ്റ്റിന്റെ കണ്ടന്റ്. അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല. ട്രയൽ ബാലൻസ് തന്നുകൊണ്ട് കൺഫ്യൂഷൻ ആവേണ്ടതില്ല. കാരണം ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അൾട്ടിമേറ്റ്ലി ബാലൻസ് ഷീറ്റ് തന്നെയാണ്. അപ്പൊ ഇനി നമുക്ക് ഈ ക്വസ്റ്റിനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റിനെ ഫസ്റ്റ് ആവശ്യപ്പെടുന്നത് ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ്. 4 മാസത്തേക്കുള്ള ഷെയർ ഓഫ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം ഡിസീസ്ഡ് പാർട്ട്ണറുടെ. കാൽക്കുലേഷൻ ഓഫ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ലാസ്റ്റ് 3 പ്രിസീഡിങ് ഇയേഴ്സിന്റെ പ്രോഫിറ്റിന്റെ ബേസിസിൽ തന്നെയാണ് കാൽക്കുലേഷൻ ചെയ്യാൻ പറയുന്നത്. സോ 42,000 പ്ലസ് 39,000 പ്ലസ് 45,000 എല്ലാം പ്രോഫിറ്റ് ആണ്. 45,000 divided by 3. അപ്പോൾ 1 ഇയറിന്റെ ആവറേജ് ആയി ഇൻറ്റു 4 divided by 12. 4 മാസത്തെ പ്രോഫിറ്റ് ആയി. പിന്നെ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 ആണ്. എൻ ഡൈഡ് ആണ്. എൻ എന്ന് പറയുന്ന സെക്കൻഡ് പാർട്ട്ണർ 3:2. അപ്പോൾ ഇൻറ്റു 2 divided by 5. 42,000 plus 39,000 plus 45,000 divided by 3 into 4 divided by 12 into 2 divided by 5. So 5,600 ആണ്. 5,600 ആണ് ഷെയർ ഓഫ് പ്രോഫിറ്റ്. 5,600. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ആവശ്യപ്പെടുന്നത് ഷെയർ ഓഫ് ഗുഡ്വിൽ ആണ്. ഷെയർ ഓഫ് ഗുഡ്വില് കണ്ടുപിടിക്കണമെങ്കിൽ വാല്യുവേഷൻ ചെയ്യണം. കാൽക്കുലേഷൻ ഓഫ് ഷെയർ ഓഫ് ഗുഡ്വിൽ.
calculation of share of goodwill ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യാൻ പറയുന്നത് 42,000 plus 39,000 plus 45,000 divided by 3 into number of years purchase of the average profit of the 3% share of goodwill based on 3 years purchase ആണ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം സോ ഫേമിന്റെ ടോട്ടൽ വാല്യൂ ഗുഡ്വിൽ 42,000 plus 39,000 plus 45,000 divided by 3 into 3. So ഫേമിന്റെ ടോട്ടൽ വാല്യൂ ഗുഡ്വിൽ 1,26,000 ആണ് 1,26,000. അതിൽ ഡിസീസ്ഡ് പാർട്ട്ണറായ എന്നിൻ്റെ ഷെയർ എന്നല്ലേ ഡിസീസ്ഡ് പാർട്ട്ണർ എൻസ് ഷെയർ ഓഫ് ഗുഡ്വിൽ എൻസ് ഷെയർ 1,26,000 into 2 divided by 5. 50,400 50,400 ആണ് ഷെയർ ഓഫ് ഗുഡ്വിൽ ഇനി അപ്പോൾ ഷെയർ ഓഫ് പ്രോഫിറ്റിന്റെ കാൽക്കുലേഷൻ ആയിട്ടുണ്ട് ഷെയർ ഓഫ് ഗുഡ്വിൽ 50,400 ആണ് ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെടുന്നത് Ends executors account as would appear in the firm's ledger transfer amount to loan. അപ്പോൾ എന്നിന്റെ എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം ലാസ്റ്റ് പാർട്ടാണ് Ends executors account. Ends executors account. എന്നിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്ത് ഫൈനൽ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്താൽ എഫക്റ്റ് സെയിം തന്നെയാണ് മാറ്റമൊന്നുമില്ല ബട്ട് ക്വസ്റ്റനിൽ എന്നിന്റെ എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് എന്ന് സെപ്പറേറ്റ് എടുത്ത് പറഞ്ഞതുകൊണ്ട് നല്ലത് എക്സിക്യൂട്ടറുടെ അക്കൗണ്ട് തന്നെ ഓപ്പൺ ചെയ്യുന്നതാണ് അപ്പൊ ഡേറ്റ് ഓഫ് ഡെത്തിലെ സോ മെയ് 1 അല്ലേ മരിക്കുന്നത് ഓൺ മെയ് 1, 2020 ആണ് സോ മെയ് 1, 2020 ഡിസീസ്ഡ് പാർട്ട്ണറുടെ അവകാശപ്പെട്ടതെല്ലാം ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളതാണ്
എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ടിൽ 2020 മെയ് 1 ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസിന് ട്രാൻസ്ഫർ ചെയ്യാം, എക്സിക്യൂട്ടറുടെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ. സോ ആ ഡേറ്റിലുള്ള ക്യാപിറ്റൽ ബാലൻസ് എമൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് എന്നത് 60,000 ആണ്. ആ 60,000 എക്സിക്യൂട്ടറുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ടു എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് ബൈ ക്യാപിറ്റൽ എമൗണ്ട് എൻ്റെ ക്യാപിറ്റൽ 60,000. അൾട്ടിമേറ്റ് ഇത് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ സെയിം ലോജിക് തന്നെയാണ്. പിന്നെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ട്. ബൈ റിസർവ് റിസർവ് ടോട്ടൽ 30,000 ആണ്. 30,000 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 5, 12,000 വരും. ഷെയർ ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് 12,000. പിന്നെ അക്യുമുലേറ്റഡ് ലോസുകളൊന്നുമില്ല, അക്യുമുലേറ്റഡ് ലോസുകളില്ല, റീവാലുവേഷൻസ് ഒന്നും പറയുന്നില്ല. പിന്നെ ഷെയർ ഓഫ് പ്രോഫിറ്റും ഷെയർ ഓഫ് ഗുഡ്വില്ലും. ഷെയർ ഓഫ് പ്രോഫിറ്റും ഷെയർ ഓഫ് ഗുഡ്വില്ലും ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഷെയർ ഓഫ് ഗുഡ്വിൽ 50,400 ആണ്. 50,400 എൻട്രി പാർട്ട്നേഴ്സ്. സോ ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് added to എൻസ് ക്യാപിറ്റൽ ബൈ ബീസ് ക്യാപിറ്റൽ ഗുഡ്വിൽ. എമൗണ്ട് ഓൾറെഡി പറഞ്ഞു 50,400, 50,400. പിന്നെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 5,600 ആണ്. P&L suspense account dated to executors account by P&L suspense. $5,600 ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ ക്വസ്റ്റിനിൽ പറയുന്നത്, അപ്പോൾ റീവാലുവേഷൻസ് ഒന്നും പറയുന്നില്ല. അപ്പോൾ റീവാലുവേഷൻ പ്രോഫിറ്റും ലോസ് ഒന്നും ഇല്ല. അപ്പോൾ ഇവിടെ ചിലപ്പോൾ സംശയം വരിക 1/6 റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ വർഷം ഉണ്ടാക്കുന്ന ലാഭത്തിന്റെ അകത്ത് റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന റേഷ്യോ ആണ് 1/6 പോർഷൻ. അവിടെ ഇതിന് പ്രസക്തിയില്ല. സോ അവരുടെ തമ്മിലുള്ള പ്രൊപ്പോർഷൻ 3:2 ആണ്. പിന്നെ വേറെ ആവശ്യമുള്ളത്, ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെടുന്നത് ഓക്കെ. അപ്പോൾ എക്സിക്യൂട്ടേഴ്സ് എല്ലാം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് എക്സിക്യൂട്ടേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ട് ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ടു ലോൺ അക്കൗണ്ട്. May 1. ഇങ്ങനെ എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് സെപ്പറേറ്റ് ചെയ്യുന്നതിന് പകരം എൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്തിട്ട് ഫൈനൽ ബാലൻസ് എക്സിക്യൂട്ടേഴ്സിന്റെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്താലും മതി. സെയിം എഫക്ട്. അപ്പോൾ 60,000 പ്ലസ് 12,000 പ്ലസ് 50,400 പ്ലസ് 5,600, 1,28,000 ടോട്ടൽ. 1,28,000. സോ എക്സിക്യൂട്ടേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ എമൗണ്ട്, ഫുൾ എമൗണ്ട് 1,28,000. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റിനിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റിനിൽ ഫസ്റ്റ് ആവശ്യപ്പെട്ടത് ഷെയർ ഓഫ് പ്രോഫിറ്റ്, 4 മാസത്തേക്കുള്ള ഷെയർ ഓഫ് പ്രോഫിറ്റ് കാൽക്കുലേറ്റഡ് 5,600. ഷെയർ ഓഫ് ഗുഡ്വിൽ 50,400. എക്സിക്യൂട്ടേഴ്സിന്റെ അക്കൗണ്ട് സെറ്റിൽമെന്റ് ഇല്ല, ലോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട് 1,28,000. ഈ ക്വസ്റ്റിനും വർക്ക്ഔട്ട് ചെയ്ത് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ സ്റ്റുഡൻസ്, നമുക്ക് ഒരു ഇല്ലുസ്ട്രേഷൻസ് കൂടി ബാക്കിയുണ്ട്. ഇല്ലുസ്ട്രേഷൻ നമ്പർ 5. Diya, Ria and Kia are partners of Messrs. GRK Fabrics, sharing profits and losses in the ratio of 2:1:2. On 31st March 2020, their balance sheet was as under. Land and building
1,65,000, furniture 75,000, joint life policy 60,000. Inventory 88,740, trade receivables 96,750, bank balance 1,14,510. അപ്പോൾ ജോയിന്റ് ലൈഫ് പോളിസി ഉണ്ട്. ജോയിന്റ് ലൈഫ് പോളിസി അക്കൗണ്ടിന് ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ സറണ്ടർ വാല്യൂവിനെ അതിനെ അസറ്റ് ആയിട്ട് കാണിച്ചു എന്നുള്ളതാണ്. അക്യുമുലേറ്റഡ് ലോസുകളൊന്നുമില്ല. ദെൻ ലയബിലിറ്റീസിൽ ക്യാപിറ്റൽ, ദിയ, റിയ, കിയ 1,50,000, 1,80,000 ആൻഡ് 70,000, ജനറൽ റിസർവ് 1,40,000, ദെൻ ട്രേഡ് പേബിൾ 60,000. സോ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആയിട്ട് ജനറൽ റിസർവ് ഉണ്ട്. അക്യുമുലേറ്റഡ് ലോസുകളൊന്നുമില്ല. ഗുഡ് വിൽ ഓൾറെഡി ബാലൻസ് ഷീറ്റിലില്ല. ബട്ട് ജോയിന്റ് ലൈഫ് പോളിസി എടുത്തിട്ടുണ്ട്. ജോയിന്റ് ലൈഫ് പോളിസി ബാലൻസ് സറണ്ടർ വാല്യൂ അസറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. ദെൻ നമുക്ക് തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റ് ഡേറ്റ് 31st March 2020 ആണ്. കിയ ഡൈഡ് ഓൺ 30th September 2020. അപ്പോൾ ലാസ്റ്റ് അക്കൗണ്ടിങ് ഇയറിന്റെ എൻഡ് 31st March 2020 ആണ്. 6 മാസത്തിന് ശേഷമാണ് തേർഡ് പാർട്ട്ണർ കിയ മരിക്കുന്നത്. 6 മാസത്തിന് ശേഷമാണ് ഡെത്ത് സംഭവിക്കുന്നത്. ദ പാർട്ട്ണർഷിപ്പ് ഡിവിഡ് പ്രൊവൈഡ്സ് ആസ് ഫോളോസ്. The partners be allowed interest at 12% per annum on their capital, but no interest to be charged on drawing. So, as per deed, interest on capital 12% ആണ്. interest on drawings ചാർജ് ചെയ്യുന്നില്ല. അപ്പോൾ interest on capital rate 12%. Upon the death of a partner, the goodwill of the firm be valued at 1 year's purchase of the average net profit after charging interest on capital. അപ്പോൾ 1 year's purchase കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ബട്ട് ആഫ്റ്റർ ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഫോർ ദ 4 years to 31st March പ്രിസീഡിങ് ദ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. അപ്പോൾ മരിക്കുന്ന വർഷത്തിന് തൊട്ട് മുന്നേ ഉള്ള 4 വർഷത്തെ പ്രോഫിറ്റിന്റെ ആവറേജ് മീൻസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കുറച്ചതിന് ശേഷമുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ലാഭത്തിന്റെ ആവറേജ് കണ്ടുപിടിച്ചിട്ട് 1 year കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫേമിന്റെ ടോട്ടൽ വാല്യൂ ഗുഡ് വിൽ കിട്ടും. ആവറേജ് ക്യാപിറ്റൽ ഡ്യൂറിംഗ് ദ പ്രിസീഡിംഗ് 4 years, ലാസ്റ്റ് 4 yearsന്റെ ആവറേജ് ക്യാപിറ്റൽ ബാലൻസ് 3 lakhs ആണ്. അപ്പോൾ ഓപ്പണിംഗിലേക്ക് കൊണ്ടുവന്ന ക്യാപിറ്റൽ മാത്രമായിരിക്കില്ല, അഡീഷണൽ ക്യാപിറ്റലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആവറേജ് ക്യാപിറ്റൽ പറയുന്നത്. സോ ആവറേജ് ക്യാപിറ്റൽ 3 lakhs ആകുമ്പോൾ അതിന്റെ മോഡല് 3 lakhsന്റെ മോഡൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ റേറ്റ് 12% ആണ്. സോ 3 lakhsന്റെ 12 divided by 100 വരും. അപ്പോൾ 36,000 വരും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓരോ വർഷത്തേതും. ആവറേജ് ക്യാപിറ്റലാണ് തന്നിട്ടുള്ളത്. ദെൻ പ്രോഫിറ്റ് ടിൽ ദ ഡേറ്റ് ഓഫ് ഡെത്ത് ടു ബി അസർട്ടൈൻഡ് ഓൺ ദ ബേസ് ഓഫ് ആവറേജ് പ്രോഫിറ്റ് ഓഫ് ദ പ്രീവിയസ് 4 years. പ്രീവിയസ് 4 yearsന്റെ പ്രോഫിറ്റിന്റെ ആവറേജിന്റെ ബേസിസിൽ വേണം പ്രോഫിറ്റിന്റെ കാൽക്കുലേഷൻ ചെയ്യാൻ. Upon the death of a partner, she is to be credited with her share of profit, interest on capital, etc. calculated till the date of death. After the death, okay. അപ്പോൾ ഡേറ്റ് ഓഫ് ഡെത്ത് വരേക്കുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഷെയർ ഓഫ് പ്രോഫിറ്റ് മാത്രമേ ക്യാപിറ്റലിൽ ക്രെഡിറ്റ് ചെയ്യാവൂ. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് കിയ, ₹2 lakh വാസ് റിസീവ്ഡ് ഫ്രം ഇൻഷുറൻസ് കം എഗെയിൻസ്റ്റ് ജോയിന്റ് ലൈഫ് പോളിസി. അപ്പോൾ ജോയിന്റ് ലൈഫ് പോളിസി എമൗണ്ട് മീൻസ് കിട്ടിയത് 2 lakhs ആണ്. ഓൾറെഡി ബുക്ക് വാല്യൂ സറണ്ടർ വാല്യൂ 60,000 ആണ്. കിട്ടിയ എമൗണ്ട് പോളിസി എമൗണ്ട് 2 lakhs. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വാസ് എപ്രീസിയേറ്റഡ് ബൈ 20%, ഫർണിച്ചർ ടു ബി ഡിപ്രീസിയേറ്റഡ് ബൈ 10%, ഇൻവെന്ററി ടു ബി റീവാല്യൂഡ് അറ്റ് ₹80,000. ഇൻവെന്ററിയുടെ ബുക്ക് വാല്യൂ 88,740, 80,000 ആക്കണം. ലോസ് ആണ്. ബാഡ് ഡെറ്റ് പ്രൊവിഷൻ അല്ല, ബാഡ് ഡെറ്റ് 1760 ഉണ്ട്. അപ്പോൾ ഡെറ്റേഴ്സിനെ കട്ട് ചെയ്ത് കളയണം. 1760 ഡിഡക്ട് ചെയ്യണം. Amount payable to Kia was paid in cash. ഡിസീസ്ഡ് പാർട്ട്ണറുടെ ലീഗൽ കേസിന് കൊടുക്കേണ്ട എമൗണ്ട് ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ക്വസ്റ്റനിൽ ആവശ്യപ്പെടുന്നത് റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പറേഷൻ വേണം, ക്യാപിറ്റൽ അക്കൗണ്ട്, ദെൻ ബാലൻസ് ഷീറ്റ് ഓൺ 30th September 2020, assuming other assets and liabilities remain the same. ബാക്കിയുള്ള അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഒക്കെ സെയിം ആണ്. അപ്പോൾ എല്ലാ അസറ്റ്സും ലയബിലിറ്റീസും റിവാലുവേഷൻ പ്രകാരം ചേഞ്ചസ് ഇല്ല. ഓക്കെ, സാധാ ക്വസ്റ്റൻ ആണ്. റിവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, അതുകൂടാതെ റീകൺസ്ട്രക്റ്റഡ് ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാൻ പറയുന്നു. ഡിസീസ്ഡ് പാർട്ട്നേഴ്സിന്റെ അക്കൗണ്ട്, ലീഗൽ കേസിന്റെ അക്കൗണ്ട് സെറ്റിൽ ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ ക്വസ്റ്റിന്റെ കണ്ടന്റ്. അപ്പോൾ ഗുഡ് വിൽ വാല്യുവേഷൻ പ്രീവിയസ് ഇയേഴ്സ് പ്രോഫിറ്റിന്റെ നെറ്റ് പ്രോഫിറ്റ് ആണ് തന്നിട്ടുള്ളത്. അതിൻ്റെ അകത്ത് നിന്ന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ലാഭത്തിന്റെ ആവറേജ് ഇൻറ്റു 1 years പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ വാല്യൂ ഗുഡ് വിൽ കിട്ടും. അതിൽ ഡിസീസ്ഡ് പാർട്ട്ണറുടെ ഷെയർ കണ്ടുപിടിച്ച് ക്രെഡിറ്റ് ചെയ്യാം. ട്രീറ്റ്മെന്റ് എങ്ങനെ വേണമെങ്കിലും ആവാം. ഡിസീസ്ഡ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്
ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഷെയർ ഓഫ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പ്രീവിയസ് 4 years പ്രോഫിറ്റിന്റെ ബേസിസിൽ തന്നെയാണ്. പ്രോഫിറ്റ് ടിൽഡ് ദ ഡേറ്റ് ഓഫ് ഡെത്ത് ടു ബി അസർട്ടൈൻഡ് ഓൺ ദ ബേസ് ഓഫ് ആവറേജ് പ്രോഫിറ്റ് ഓഫ് ദ പ്രീവിയസ് 4 years. പ്രീവിയസ് 4 yearsന്റെ പ്രോഫിറ്റിന്റെ ആവറേജിന്റെ അകത്ത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷമുള്ളതാണല്ലോ ഡിവിസിബിൾ പ്രോഫിറ്റ്. അതിന്റെ ബേസിസിൽ വേണം പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ബട്ട് അവിടെ പ്രീവിയസ് 4 yearsന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആവറേജ് ക്യാപിറ്റൽ 3 lakhs ആണ്. 3 lakhsന്റെ മോഡൽ 12% 36,000 രൂപ. അത് ഗുഡ്വിൽ കാൽക്കുലേഷന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ്. ബട്ട് ഷെയർ ഓഫ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4 വർഷത്തിന് ശേഷമുള്ള മീൻസ് മരിക്കുന്ന വർഷത്തെ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ. മരിക്കുന്ന വർഷത്തെ ക്യാപിറ്റൽ ബാലൻസ് അവൈലബിൾ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മീൻസ് പ്രീവിയസ് ഇയേഴ്സ് പ്രോഫിറ്റിന്റെ ആവറേജ് കണ്ടെത്തിയിട്ട് ആ 30th September വരേക്കുള്ള ഇൻട്രസ്റ്റ് കുറച്ചതിന് ശേഷമുള്ള എമൗണ്ടിന്റെ മുകളിൽ വേണം ഷെയർ ഓഫ് പ്രോഫിറ്റിന്റെ കാൽക്കുലേഷൻ ചെയ്യാൻ. ഇപ്പോൾ ഇതൊക്കെ കാൽക്കുലേഷൻ ഒക്കെ ചെയ്ത് കാണിച്ച് മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ക്വസ്റ്റിൽ ആവശ്യപ്പെടുന്നത് റിവാലുവേഷൻ അക്കൗണ്ടും പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടും റീകൺസ്ട്രക്റ്റഡ് ബാലൻസ് ഷീറ്റും ആണ്. ഇനി നമുക്ക് ആൻസർ ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ 1 by 1 ആയിട്ട് ആൻസർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. സോ ഫസ്റ്റ് റീവാലുവേഷൻ അക്കൗണ്ട് ആവാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചെയ്യുമ്പോൾ 1 by 1 ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എല്ലാം ഒരുമിച്ച് ചെയ്യാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ ലാഗിങ് വരും. ഇപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞ് ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞ് റീകൺസ്ട്രക്റ്റഡ് ബാലൻസ് ഷീറ്റ് ആവാം. ഇപ്പോൾ റീവാലുവേഷൻസ് ഒക്കെ ചെയ്യുന്ന ഡേറ്റ് ഓഫ് ഡെത്തിലാണ്. 30th September 2020 ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 1,65,000 ആണ്. ബുക്ക് വാല്യൂ 1,65,000. അതിന്റെ 20% ഇൻക്രീസ് ചെയ്യിപ്പിക്കണം. 20%, 20%. 1,65,000 into 20 divided by 100. 33,000 റീവാലുവേഷൻ പ്രോഫിറ്റ് ആണ്. 33,000. എൻട്രി ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് ഇട്ടിട്ട് റീവാലുവേഷൻ. ഇപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ബൈ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എമൗണ്ട് 33,000. 2020 September 30th September 30th എല്ലാം പോസ്റ്റിംഗ് വരുന്നത്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 33,000. പിന്നെ ഫർണിച്ചർ 75,000 ആണ്. ഫർണിച്ചറിന്റെ റീവാല്യൂഡ് ഫിഗർ ഡിപ്രീസിയേറ്റ് ചെയ്യണം. 10% കുറക്കണം. 75,000 10% എന്ന് പറയുമ്പോൾ 7,500. സോ റീവാലുവേഷൻ അക്കൗണ്ട് ഡേറ്റഡ് ടു ഫർണിച്ചർ 7,500. അടുത്ത ജോയിന്റ് ലൈഫ് പോളിസി. എന്തായാലും ജോയിന്റ് ലൈഫ് പോളിസി സറണ്ടർ ചെയ്യുന്നുണ്ട്. ജോയിന്റ് ലൈഫ് പോളിസി സറണ്ടർ ചെയ്യുമ്പോൾ നല്ലത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. റീവാലുവേഷനിൽ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. സോ എങ്കിലും ഏറ്റവും നല്ലത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ജോയിന്റ് ലൈഫ് പോളിസിയുടെ ട്രീറ്റ്മെന്റ് സെപ്പറേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ ഇൻവെന്ററി 88,740 ആണ്. 88,740 80,000 ആക്കി മാറ്റണം. അപ്പോൾ 8740 റീവാലുവേഷൻ ലോസ് ആണ്.
revaluation account dated to inventory 8740 8740. ദെൻ ട്രേഡ് റിസീവബിൾസ് 96,750 ആണ്. അതിൽ പ്രൊവിഷൻ അല്ല, ബാഡ് ഡെറ്റ് തന്നെയാണ്. അപ്പോൾ ഡെറ്റേഴ്സ് കൺഫേംഡ് ആണ്. അപ്പോൾ ഡെറ്റേഴ്സിൻ്റെ അകത്ത് തന്നെ കട്ട് ചെയ്ത് കളയാം. സോ റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു ട്രേഡ് റിസീവബിൾസ് ബാഡ് ഡെറ്റ് എമൗണ്ട് 1760. പിന്നെ റിവാലുവേഷൻസ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫർണിച്ചർ, ജോയിന്റ് ലൈഫ് പോളിസി, ക്യാപിറ്റൽ അഡ്ജസ്റ്റ്, ഇൻവെന്ററി, ട്രേഡ് റിസീവബിൾസ് ചെയ്തു കഴിഞ്ഞു. പിന്നെ ട്രേഡ് പേയബിൾസിനൊന്നും ചേഞ്ചസ് ഒന്നുമില്ല. അപ്പോൾ റിവാലുവേഷൻസ് ഇത്ര ഐറ്റംസ് ആണുള്ളത്. അപ്പോൾ റിവാലുവേഷൻ റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. പ്രോഫിറ്റ് കൂടുതലാണ്. റിവാലുവേഷൻ പ്രോഫിറ്റ് 33,000 പ്രോഫിറ്റും ബാക്കിയുള്ളത് ലോസും ആണ്. റിവാലുവേഷൻ നെറ്റ് പ്രോഫിറ്റ് 33,000 മൈനസ് 7,500 മൈനസ് 8740 മൈനസ് 1760. അപ്പോൾ 15,000 റിവാലുവേഷൻ പ്രോഫിറ്റ് വരും. ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. 15,000. ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 2:1:2 ആണ്. അപ്പോൾ എൻട്രി റിവാലുവേഷൻ അക്കൗണ്ട് ഡേറ്റഡ് ടു ക്യാപിറ്റൽ. റിവാലുവേഷൻ അക്കൗണ്ട് ഡേറ്റഡ് ടു ക്യാപിറ്റൽ ദിയ, റിയ, കിയ. ദിയ, റിയ ആൻഡ് കിയ. 15,000 2:1:2. 6,000 3,000 ആൻഡ് 6,000. അങ്ങനെ റിവാലുവേഷൻ അക്കൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമതായിട്ട് ആവശ്യപ്പെടുന്ന പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. 3 പാർട്ട്നേഴ്സ് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ഫോർമാറ്റ് റെഡി. ദിയ, കിയ, റിയ. ദിയ, കിയ, റിയ. അപ്പോൾ അക്കൗണ്ടിങ് ഇയറിന്റെ ബിഗിനിങ് ഡേറ്റ് ജനുവരി 1st, സോറി 31st മാർച്ച്, ഏപ്രിൽ 1st 2020 ആണ്. അപ്പോൾ 2020 ഏപ്രിൽ 1st ഓപ്പണിംഗ് ബാലൻസ് പോസ്റ്റ് ചെയ്യാം. ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ
1,50,000 and 1,80,000 and 70,000. Accumulated ലോസുകളൊന്നുമില്ല. Accumulated losses ഇല്ല. Accumulated profit ജനറൽ റിസർവ് ഉണ്ട്. സെപ്റ്റംബർ 30th ജനറൽ റിസർവ് ട്രാൻസ്ഫർ ചെയ്യാം. ബൈ ജനറൽ റിസർവ് 1,40,000 ആണ്. 1,40,000 divided by 5 into 2. 2:1:2 ആണ്. അപ്പോൾ 56,000. ആദ്യത്തെ ആളുടെ ഷെയർ 56,000. രണ്ടാമത്തെ ആളുടേത് 28,000 and 56,000. ജനറൽ റിസർവ് അക്കൗണ്ടും ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ്, അപ്പോൾ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഇല്ല. അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ജനറൽ റിസർവ് ഉണ്ട്. അക്യുമുലേറ്റഡ് ലോസുകളൊന്നുമില്ല. പിന്നെ JLPയുടെ ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ അതിനൊരു വർക്കിംഗ് നോട്ട് കൊടുക്കാം. JLP അക്കൗണ്ട് ബാലൻസ് 60,000 ആണ്. JLP ബാലൻസ് 60,000. പോളിസി എമൗണ്ട് റിസീവ് ചെയ്തത് 2 lakhs ആണ്. 2 lakhs. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ട് JLP റിസീവ്ഡ് 2 lakhs ആണ്. അപ്പോൾ JLP റിസീവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ JLP അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് ടു ബാലൻസ് 60,000 ആണ്. ബൈ JLP എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന 2 lakhs ആണ്. സോ ബാലൻസ് 1,40,000 ഉണ്ട്. ആ 1,40,000 ക്യാപിറ്റൽ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്താൽ മതി. 1,40,000 റേഷ്യോ പ്രകാരം ട്രാൻസ്ഫർ ചെയ്യാം. 1,40,000 റേഷ്യോ പ്രകാരം ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. സോ JLP അക്കൗണ്ട് ഓൾറെഡി ഉള്ള ബാലൻസ് 60,000. JLP എമൗണ്ട് കിട്ടുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഒരു JLP ആണ്. അപ്പോൾ JLP അക്കൗണ്ട് ബാലൻസ് 1,40,000 ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ JLP അക്കൗണ്ട് ഡേറ്റഡ് ടു ക്യാപിറ്റൽ. അപ്പോൾ സെപ്റ്റംബർ 30th തന്നെ ബൈ JLP 1,40,000 ജനറൽ റിസർവിന്റെ അതേ എമൗണ്ട് തന്നെയാണല്ലോ. സോ 56,000, 28,000 and 56,000. അങ്ങനെ JLPയുടെ ട്രീറ്റ്മെന്റ് ഫിനിഷ്ഡ് ആണ്. പിന്നെ റീവാലുവേഷൻ, അപ്പോൾ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ക്രെഡിറ്റ് ചെയ്തു, അക്യുമുലേറ്റഡ് ലോസസ് ഇല്ല. JLPയുടെ ട്രീറ്റ്മെന്റ് ചെയ്തു. ദെൻ റീവാലുവേഷൻ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. റീവാലുവേഷൻ പ്രോഫിറ്റ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാം ബൈ റീവാലുവേഷൻ അക്കൗണ്ട്. ബൈ റീവാലുവേഷൻ 6,000, 3,000 and 6,000. ഓക്കെ, അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടും റീവാലുവേഷൻ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ്, ഇനി അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പിന്നെ ഗുഡ്വില്ലിന്റെ കാൽക്കുലേഷൻ ഉണ്ട്, ഷെയർ ഓഫ് പ്രോഫിറ്റിന്റെ കാൽക്കുലേഷൻ ഉണ്ട്. വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ വേണം. വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ പ്രീവിയസ് 4 yearsന്റെ പ്രോഫിറ്റിന്റെ തന്നിരിക്കുന്ന NP ആണ്. അതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കുറച്ച് കഴിഞ്ഞിട്ടുള്ള എമൗണ്ടിന്റെ ബേസിസിൽ വേണം ഗുഡ്വിൽ വാല്യുവേഷൻ ചെയ്യാൻ. സോ ഗുഡ്വിൽ വാല്യൂ ചെയ്യുമ്പോൾ NP ആണ് തന്നിട്ടുള്ളത്. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആവറേജ് ക്യാപിറ്റൽ 4 വർഷത്തെ ആവറേജ് ക്യാപിറ്റൽ 3 lakhs ആണെന്ന് പറയുന്നത്. അപ്പോൾ 3 lakhsന്റെ 12%. 3 lakhsന്റെ 12% നേരത്തെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തതാണ്. 3 lakhsന്റെ 12% ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരിക. സോ വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ 1,62,000 പ്ലസ് 1,99,000 പ്ലസ്
1,87,000 plus 1,96,000. എല്ലാ വർഷത്തെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ സെയിം ആണ്. അപ്പോൾ ഇതിന്റെ ആവറേജ് എടുത്തിട്ട് ആ ആവറേജിന്റെ അകത്ത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കുറച്ചാൽ മതിയാവും. ഡിവൈഡഡ് ബൈ 4, എല്ലാം പ്രോഫിറ്റ് ആണല്ലോ. ഡിവൈഡഡ് ബൈ 4, 1,62,000 plus 1,99,000 plus 1,87,000 plus 1,96,000 divided by 4. അപ്പോൾ 1,86,000 ഒരു ആവറേജ് നെറ്റ് പ്രോഫിറ്റ്. 1,86,000. ഇപ്പോൾ ഡിവിസിബിൾ പ്രോഫിറ്റ് ഇതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 3 lakhs-ന്റെ 12% 36,000 വരും. 36,000. അപ്പോൾ 1,86,000 minus 36,000 ആണ് ആവറേജ് ഡിവിസിബിൾ പ്രോഫിറ്റ്. സോ 1,50,000 into number of years purchase 1 years purchase ആണ്. സോ ഫേമിന്റെ ഗുഡ്വിൽ 1,50,000 തന്നെയാണ്. ഫേമിന്റെ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്വിൽ 1,50,000. 1,50,000-ലെ ഡെത്ത് ആണ്. ഡിസീസ്ഡ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഡിസീസ് ഒന്നുകിൽ ക്രിയേറ്റ് ചെയ്ത് റൈറ്റ് ഓഫ് ചെയ്യുക, അതല്ലെങ്കിൽ ഗെയിനിങ് റേഷ്യോയിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ഏത് മാർഗം വേണമെങ്കിലും സ്വീകരിക്കാവുന്നതാണ്. അതിൻ്റെ അൾട്ടിമേറ്റ് എഫക്റ്റ് ഒക്കെ സെയിം ആണ്. ഇതിൻ്റെ അകത്ത് ഗുഡ്വിൽ എന്നുള്ള വേർഡ് ഉപയോഗിക്കരുതെന്നോ ഗുഡ്വിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഉണ്ടാവരുത് എന്നുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. സോ 1,50,000-നെ ഓൾഡ് റേഷ്യോയിൽ എല്ലാ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് റിമൈനിങ് പാർട്ട്നേഴ്സ് ന്യൂ റേഷ്യോയിൽ അതിനെ റൈറ്റ് ഓഫ് ചെയ്യാം. ഇവിടെ പ്രത്യേകിച്ച് ന്യൂ റേഷ്യോ സെപ്പറേറ്റ് ആയിട്ടൊന്നും പറയുന്നില്ല. സെപ്പറേറ്റ് റേഷ്യോ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ ഓൾഡ് റേഷ്യോ 2:1:2 ആണ്. അപ്പോൾ ന്യൂ റേഷ്യോ കിയയുടെ പോർഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ 2:1 ആണ്. 2:1. അപ്പോൾ ഞാൻ എൻട്രി എഴുതുന്നില്ല. സോ നേരിട്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാണ് 1,50,000-നെ. സോ ഫസ്റ്റ് പാർട്ട് എൻട്രി ഞാൻ ക്രിയേറ്റ് ചെയ്ത് റൈറ്റ് ഓഫ് ചെയ്യാണ്. ഫസ്റ്റ് പാർട്ട് എൻട്രി ഗുഡ്വിൽ അക്കൗണ്ട് ഡേറ്റഡ് ടു ക്യാപിറ്റൽ. ബൈ ഗുഡ്വിൽ എമൗണ്ട് 1,50,000 ആയിരുന്നു. 1,50,000 divided by 5 into 2. So 60,000, 30,000 and 60,000 old ratio. ദിയ, റിയ, കിയ. ഞാൻ പേര് എഴുതുമ്പോൾ ഓർഡർ മാറിപ്പോയിട്ടുണ്ട്. ദിയ, രണ്ടാമത്തെ പാർട്ട്ണർ റിയ ആണ്, മൂന്നാമത്തെ ആള് ആണ് കിയ. സോറി, ദിയ, റിയ ആൻഡ് കിയ. ഓക്കെ, ഓർഡർ മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. ഇനി ഇതിലെ മൂന്നാമത്തെ ആളാണ് മരിക്കുന്നത്. അപ്പോൾ റിമൈനിങ് പാർട്ട്ണർ ദിയ ആൻഡ് റിയ ആണ്. അതിന് ക്യാപിറ്റലിൽ ഗുഡ്വില്ലിനെ റൈറ്റ് ഓഫ് ചെയ്യാം. ക്യാപിറ്റൽ അക്കൗണ്ട് ഡേറ്റഡ് ടു ഗുഡ്വിൽ. അവരുടെ ന്യൂ റേഷ്യോ ക്വസ്റ്റിനിൽ എവിടെയും സെപ്പറേറ്റ് ആയിട്ട് പറയുന്നില്ല. അപ്പോൾ ന്യൂ റേഷ്യോ 2:1 റൈറ്റ് ഓഫ് ചെയ്യാം. 1,50,000-നെ 2:1. So 1,50,000. അതല്ലെങ്കിൽ ഗെയിനിങ് റേഷ്യോയിൽ അഡ്ജസ്റ്റ് ചെയ്താലും മതിയായിരുന്ന എഫക്റ്റ് ഒക്കെ സെയിം. മനസ്സിലായി കാണും. ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റ് ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അപ്പോൾ ഗുഡ്വില്ലിന്റെ വാല്യുവേഷനും കഴിഞ്ഞു. ദെൻ ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റും ചെയ്തു.
ഇനി ഷെയർ ഓഫ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഡിസീസ്ഡ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കാൽക്കുലേഷൻ പ്രീവിയസ് ഇയേഴ്സ് പ്രോഫിറ്റിന്റെ ബേസിൽ തന്നെ കാൽക്കുലേഷൻ ചെയ്യാനാണ് പറയുന്നത്. അടുത്ത വർക്കിംഗ് നോട്ട് കാൽക്കുലേഷൻ ഓഫ് ഷെയർ ഓഫ് പ്രോഫിറ്റ്. ലാസ്റ്റ് അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്ത ഡേറ്റ് മുതൽ അപ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത് വരേക്കുള്ള ഷെയർ ഓഫ് പ്രോഫിറ്റ് ലാസ്റ്റ് 4 ഇയേഴ്സിന്റെ പ്രോഫിറ്റിന്റെ ബേസിസിൽ തന്നെയാണ്. അപ്പോൾ ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ലാസ്റ്റ് 4 ഇയേഴ്സ് 1,86,000 ആണ്. 1,86,000 1 ഇയറിന്റെ ആവറേജ് ആണ്. നമുക്ക് 6 മന്തിൻ്റെതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 12. ഇതിൻ്റെ അകത്തുനിന്ന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6 മാസത്തേത് കുറക്കണം. 4 lakhs ആണ് ഈ വർഷത്തെ ക്യാപിറ്റൽ. 4 lakhs ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 12. ഇത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള എമൗണ്ട് എത്രയാണോ വരുന്നത് അതിൽ ഡിസീസ്ഡ് പാർട്ട്ണറുടെ ഷെയർ ആണ് വേണ്ടത്. ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ 1,86,000 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 12 93,000 മൈനസ് 4 lakhs into 12 divided by 100 into 6 divided by 12 24,000 വരും. 24,000 69,000 വരും. ആ 69,000ന്റെ അതിൽ ഡിസീസ്ഡ് പാർട്ട്ണറുടെ ഷെയർ. അപ്പോൾ കിയാസ് ഷെയർ $69,000 into 2 divided by 5. 27,600 വരും. Entry P&L suspense account debtor to Kia's capital. So capital account by P&L suspense. By P&L suspense 27,600. ഇനി അപ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത് വരെയൊക്കെയുള്ള ഇൻട്രസ്റ്റ് കിയയുടെ ക്യാപിറ്റൽ 70,000 into 12 divided by 100 into 6 divided by 12 4,200 വരും. 4,200 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന് ക്രെഡിറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഇട്ടിട്ട് ക്യാപിറ്റൽ ബൈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ബാക്കിയുള്ള പാർട്ട്നേഴ്സിന്റെ അക്കൗണ്ടിങ് ഇയറിന്റെ എൻഡിലാണ്. എമൗണ്ട് 4,200. 4,200. ഓക്കെ. അപ്പോൾ ഇനി ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് എൻട്രി ചെയ്തു. എക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ലോസുകളൊന്നുമില്ല. JLPയുടെ ട്രീറ്റ്മെന്റ് ചെയ്തു. എക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്തു. റീവാലുവേഷൻ റിസൾട്ട് ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡിസീസ്ഡ് പാർട്ട്ണറുടേത് മാത്രം അപ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത് വരെയൊക്കെ ചെയ്തു കഴിഞ്ഞു. പിന്നെ ഗുഡ്വില്ലിന്റെ വാല്യുവേഷനും ട്രീറ്റ്മെന്റും ചെയ്തു. പിന്നെ അപ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത് വരെയൊക്കെയുള്ള പ്രോഫിറ്റും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. റീവാലുവേഷൻ റിസൾട്ട് എല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി ക്യാപിറ്റൽ അക്കൗണ്ടിൽ കിയ ഡിസീസ്ഡ് പാർട്ട്ണറുടെ സെറ്റിൽമെന്റ് പെട്ടെന്ന് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സെറ്റിൽമെന്റ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. സോ കിയയുടേത് സെറ്റിൽമെന്റ് എമൗണ്ട് ക്രെഡിറ്റ് സൈഡ് 70,000 പ്ലസ് 56,000 പ്ലസ് 56,000 പ്ലസ് 6,000 plus 60,000 plus 27,600 plus 4,200 2,79,800 വരും. $79,800. കാൽക്കുലേഷൻ കറക്റ്റ് അല്ലേ? ഒന്നുകൂടി ചെക്ക് ചെയ്യാം. 70,000 പ്ലസ് 56,000 പ്ലസ്
56,000 plus 6,000 plus 60,000 plus 27,600 plus 4,200. അങ്ങനെ 2,79,800. 2,79,800. സെറ്റിൽമെന്റ് എമൗണ്ടും പെട്ടെന്ന് തന്നെ സെറ്റിൽ ചെയ്യാണ്. കിയാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് ഇട്ടും ക്യാഷ് ഓർ ബാങ്ക്. എക്സിക്യൂട്ടീവ്സ് ഓർ ലീഗൽ ഹെയർസിനാണ് പേയ്മെന്റ് ചെയ്യുന്നത്. 2,79,800. 2,79,800. അങ്ങനെ കിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് സെറ്റിൽമെന്റ് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ള പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ ബാലൻസ് കണ്ടുപിടിക്കാം. സോ ഇതൊക്കെ ഡേറ്റ് ഒക്കെ 2020 സെപ്റ്റംബർ 31 ആണ്, 30th ആണ്. ബാക്കിയുള്ള പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് കണ്ടെത്താം. ബാലൻസ് ക്യാരി ഡൗൺ. റീഡ് ചെയ്ത് 1,80,000 പ്ലസ് 28,000 പ്ലസ് 28,000 plus 3,000 plus 30,000. That is equal to 2,69,000. 2,69,000. 2,69,000 minus 50,000. Capital balance 2,19,000 വരും. 2,19,000. First partner 1,50,000 plus 56,000 plus 56,000 plus 6,000 plus 60,000. So total 3,28,000. 3,28,000. 3,28,000 minus 1 lakh. 2,28,000. അങ്ങനെ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്ത് ക്യാപിറ്റൽ ബാലൻസ് അവൈലബിൾ ആണ്. എന്നാൽ ഈ ക്വസ്റ്റ്യൻ ആവശ്യപ്പെടുന്നത് റീകൺസ്ട്രക്റ്റഡ് ബാലൻസ് ഷീറ്റ് വേണം. റീകൺസ്ട്രക്റ്റഡ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡെത്ത് ആണ്. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 30th September 2020. പഴയ ബാലൻസ് ഷീറ്റിന്റെ ബേസിസ് തന്നെ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഓൾഡ് വാല്യൂ 1,65,000 ആണ്. 1,65,000 20% കൂട്ടിയിട്ടുണ്ട്. 1,65,000 20% ആഡ് ചെയ്യണം. എപ്രീസിയേഷൻ ആണ്. 1,65,000 divided by 100 into 120. 1,98,000 വരും. ബാലൻസ് ഷീറ്റ് വാല്യൂ ഫൈനൽ ബാലൻസ് 1,98,000.
ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് ബാലൻസ് 1,98,000. പിന്നെ ഫർണിച്ചർ അക്കൗണ്ട് പഴയത് 75,000 ആയിരുന്നു. 75,000 അകത്ത് നിന്ന് 10% ഡിഡക്ട് ചെയ്തിട്ടുണ്ട്. 67,500. അടുത്ത JLP അക്കൗണ്ട് ക്ലോസ്ഡ് ആയി. ഇൻവെന്ററി 88,740 80,000 ആക്കി മാറ്റിയിട്ടുണ്ട്. സോ ഫൈനൽ ബാലൻസ് 80,000. ഫൈനൽ ബാലൻസ് 80,000. അടുത്ത ട്രേഡ് റിസീവബിൾസ് ബാഡ് ഡെറ്റ് ഉണ്ടായിരുന്നു, പ്രൊവിഷൻ അല്ല. ട്രേഡ് റിസീവബിൾസ് 96,750 ഉണ്ടായിരുന്നേ. 96,750 96,750 minus 1760. So debtors balance 94,990. അടുത്ത ലാൻഡ് ആൻഡ് ബിൽഡിംഗ് കഴിഞ്ഞ് ഫർണിച്ചർ ഓക്കെ, JLPയിലെ ഇൻവെന്ററി, ദെൻ ഡെറ്റേഴ്സ് ഓക്കെ. ബാങ്ക് ബാലൻസ് ബാങ്ക് അക്കൗണ്ട് നമ്മൾ ചെയ്തിട്ടില്ല. ബാങ്ക് അക്കൗണ്ട് ബാലൻസ് ഓപ്പണിംഗിൽ ഓൾറെഡി ഉള്ളത് എത്രയാണ്? 114,510 ഉണ്ട്. 114,510. അതിൽ JLP എമൗണ്ട് 2 lakhs കിട്ടിയിട്ടുണ്ട്. 2 lakhs ബാലൻസ് കൂടാം. അതുകൂടാതെ ഡിസീസ്ഡ് പാർട്ട്ണറുടെ ലീഗൽ ഹേസിന്റെ അക്കൗണ്ട് സെറ്റിൽഡ് ആണ്. അപ്പോൾ അവരുടെ സെറ്റിൽമെന്റ് എമൗണ്ട് 2,79,800. 2,79,800. $2,79,800 ഔട്ട്ഫ്ലോ ആണ്. വേറെ ബാങ്കിങ് ക്യാഷ് ട്രാൻസാക്ഷൻസ് ഒന്നുമില്ല. 1,14,510 പ്ലസ് 2 lakh മൈനസ് 2,79,800. അങ്ങനെ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് 34,710. 34,710 ആണ് ബാങ്ക് ബാലൻസ് വരെ. പിന്നെ P&L സസ്പെൻസ് അക്കൗണ്ട് ഉണ്ടായിരുന്നു. P&L സസ്പെൻസ് അക്കൗണ്ട് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഡിസീസ്ഡ് പാർട്ട്ണറുടെ അപ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത് വരേക്കുള്ള എമൗണ്ട് 27,600. 27,600. പിന്നെ അൺറെക്കോർഡ് അസറ്റ്സ് അൺറെക്കോർഡ് ലയബിലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ അസറ്റ്സ് ആയിട്ട് ഫിനിഷ്ഡ്. ദെൻ ലയബിലിറ്റി സൈഡിൽ ജനറൽ റിസർവ് ക്ലോസ്ഡ് ആയി. ട്രേഡ് പേയബിൾസിൽ ചേഞ്ചസ് ഒന്നും ഇല്ല. ട്രേഡ് പേയബിൾസ് 60,000 തന്നെ. പിന്നെ റിമൈനിങ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ദിയ ആൻഡ് റിയ. ദിയയുടെ ക്യാപിറ്റൽ ബാലൻസും ദിയ ഫസ്റ്റ് പാർട്ട്ണർ സെക്കൻഡ് പാർട്ട്ണർ ക്യാപിറ്റൽ ബാലൻസസ് 2,28,000 2,19,000. 2,28,000 and 2,19,000. ബാലൻസ് കറക്റ്റ് അല്ലേ? 2,28,000 സോറി 2,28,000 2,28,000 and 2,19,000. അങ്ങനെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസും എൻ്റർ ചെയ്തിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് ട്രീറ്റ്മെന്റും കംപ്ലീറ്റഡ് ആണല്ലോ. ബാക്കിയുള്ള ഐറ്റം അൺറെക്കോർഡ് അസറ്റ്സ് അൺറെക്കോർഡ് ലയബിലിറ്റീസ് ഒന്നും ഇല്ല.
ലൈപോൾസ് അക്കൗണ്ട് ഒക്കെ ക്ലോസ്ഡ് ആണ്. സോ നോക്കാം. 1,98,000 പ്ലസ് 67,500 പ്ലസ് 80,000 പ്ലസ് 94,990 പ്ലസ് 34,710 പ്ലസ് 27,600. ബാലൻസ് ഷീറ്റ് ടോട്ടൽ 5,02,800. 5,02,800. 60,000 plus 2,28,000. 2,28,000 plus 2,19,000. ഓ, അപ്പോൾ ചെറിയൊരു പ്രോബ്ലം ടാലി ആവാത്തതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞാല് അവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസീസ്ഡ് പാർട്ട്ണറുടെ. ആ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന് ആക്ച്വലി ക്ലോസ്ഡ് ആയിട്ടില്ല, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ആ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് അടക്കം P&L സസ്പെൻസിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ആക്ച്വലി 27,600 പ്ലസ് 4,200 വരും. 1,600 പ്ലസ് 4,200 അങ്ങനെ 31,800 ആണ് P&L സസ്പെൻസിൽ ബാലൻസ് ആയിട്ടുണ്ടാവും. മനസ്സിലായി കാണുമല്ലോ. 31,800. അതുകൊണ്ടാണ് ഫസ്റ്റ് ടൈം ചെറിയൊരു മിസ്റ്റേക്സ് വന്ന് ബാലൻസ് ഷീറ്റ് ടാലി ആവാത്ത റീസൺ അതായിരുന്നു. ഇപ്പോൾ 5,07,000 ടോട്ടൽ ബാലൻസ് ഉണ്ടാവും. 5,07,000. ഈ ബാലൻസ് ഷീറ്റ് ടോട്ടൽ 5,07,000 വരും. ലയബിലിറ്റി സൈഡും 5,07,000. അപ്പോൾ ലാസ്റ്റ് പാർട്ടിൽ ചെറിയൊരു മിസ്റ്റേക്സ് പറ്റി. ആ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ ബാലൻസ് അടക്കം ഉള്ളതാണ് P&L സസ്പെൻസിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നത് റീവാലുവേഷൻ അക്കൗണ്ടിന്റെ പ്രിപ്പറേഷൻ ആണ്. റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് റീവാലുവേഷൻ പ്രോഫിറ്റ് 15,000 ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. ഡിസീസ്ഡ് പാർട്ട്ണറുടെ ലീഗൽ കേസിന്റെ അക്കൗണ്ട് പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. 2,79,800. പിന്നീട് റീകൺസ്ട്രക്റ്റഡ് ബാലൻസ് ഷീറ്റ് ആണ് പറഞ്ഞത്. റീകൺസ്ട്രക്റ്റഡ് ബാലൻസ് ഷീറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെയ്ത കാര്യം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ 5 ഇല്ലിസ്ട്രേഷൻസ് ആണ് ഈ ഡെത്ത് ചാപ്റ്ററിൽ ഉണ്ടായിരുന്നത്. പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസിന്റെ സൊല്യൂഷൻസ് പ്രകാരമുള്ള വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് തരുന്നതാണ്. ഈ 5 ഇല്ലിസ്ട്രേഷൻസിലും PDF-ഉം അതേപോലെ ഓരോ ക്വസ്റ്റ്യന്റെ ടൈം സ്റ്റാമ്പും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ 5 ഇല്ലിസ്ട്രേഷൻസും എക്സ്പ്ലെയിൻ ചെയ്ത് സോൾവ് ചെയ്ത് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. താങ്ക് യു.